സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു ആർട്ടിക്കിൾ പോലൊരു സംഭവമാണ് കേട്ടോ. ഒരു നോൺ ഫിക്ഷനാണ് ആർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അരുന്ധതി റോയ് എഴുതിയ ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ. സോ ദിസ് എൻഡ് ഓഫ് ഇമാജിനേഷൻ റിട്ടൺ ബൈ അരുന്ധതി റോയ്. ഇറ്റ് ഇസ് അബൌട്ട് ഇന്ത്യസ് സ്റ്റാൻഡ് ഓൺ ന്യൂക്ലിയർ പോളിസി. അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതിന് 1974-ലും 1998-ലും ഇന്ത്യ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. ഒരെണ്ണമല്ല 2 തവണ നടത്തി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അരുന്ധതി റോയുടെ ഒരു വിയോജിപ്പ് പോലെയാണ് ഈ ഒരു എസ്ഐക്കകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. അരുന്ധതി റോയ് എന്ന് പറയുന്നത് ഷി വാസ് ബോൺ ഇൻ ആസാമിലെ ഷിലോങ്ങിലാണ്. ആൻഡ് ഹർ മദർ എന്ന് പറയുന്നത് ആരാണ്? മേരി റോയ് ആണ്. മേരി റോയ് വാസ് എ കേരളൈറ്റ്. ആൻഡ് ഫാദർ എന്ന് പറയുന്നത് ബംഗാളി ഹിന്ദു ഫാദറാണ്. അയാളുടെ പേര് രാജീവ് റോയ് എന്നാണ്. ആൻഡ് സോ ഷീ സ്പെൻഡ് ഹർ ചൈൽഡ്ഹുഡ് ഇൻ ഐമനം, കോട്ടയത്തായിരുന്നു സ്പെൻഡ് ചെയ്തത് ചൈൽഡ്ഹുഡ്. 2 വയസ്സുള്ളപ്പോൾ അച്ഛനമ്മയും പിരിഞ്ഞു. അങ്ങനെ ഇവർ കോട്ടയത്തോട്ട് വരുവാണ്. ആദ്യം കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോട്ടയത്തോട്ട് വരുവാണ്. സോ അത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ബുക്ക് 1997 ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനകത്ത് ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ്സ് ആണുള്ളത്. ഐമനത്ത് നിന്നതിനുള്ള ഒരു കുറച്ച് എലിമെന്റ്സ് കാണാം നമുക്ക്. ആൻഡ് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആയതുകൊണ്ട് ഷീസ് ഓൾസോ എന്താണ് ഒരു സോഷ്യൽ ക്രിട്ടിക്കും കൂടാണ്, അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലും കൂടെ ഇടപെടുന്ന ഒരു റൈറ്ററാണ് ഇവർ. അപ്പോൾ എന്താണ് അവർ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നർമ്മദ ഡാം പ്രോജക്റ്റ്. അപ്പോൾ അവർ മേധ പട്കറിൻ്റെ കൂടെ പിന്നെ നമ്മുടെ നർമ്മദ നദിയുടെ അവിടെ ഡാം കെട്ടാൻ പോയപ്പോൾ ഇതുപോലെ ഇവരും ഉണ്ടായിരുന്നു ആ ഒരു ഫൈറ്റിനെതിരെ. ഡാം കെട്ടരുതെന്ന് പറഞ്ഞു. കാരണം ഈ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ടും പിന്നെ അവിടെയുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഓഫർ ചെയ്യാതെയാണ് ഗവൺമെന്റ് പെട്ടെന്ന് ചാടി എടുത്തൊരു സഡനായിട്ടൊരു ഡിസിഷനായിരുന്നു ഈ ഒരു നർമ്മദ ഡാം പ്രോജക്റ്റ്. സോ അതിനെതിരെ ഇവരുണ്ടായിരുന്നു മേധ പട്കറിൻ്റെ കൂടെ. പിന്നെ ഇന്ത്യസ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം, അതിനെതിരെയും നമ്മുടെ അരുന്ധതി റോയ് ഫൈറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിന്, ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാമിനെതിരെയാണ് ഈ ഒരു ആർട്ടിക്കിൾ അവർ എഴുതിയേക്കുന്നത്. And she has expressed strong opinions regarding the same in her articles too, about these നർമ്മദ ഡാം പ്രോജക്റ്റിനെ കുറിച്ചും ഇന്ത്യസ് ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചും പ്രോഗ്രാമിനെ കുറിച്ചും. ആൻഡ് ഹെർ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ക്വസ്റ്റ്യൻസ് ദി ഗ്ലോബലൈസേഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിയോ ഇമ്പീരിയലിസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ്, അതായത് നോർമൽ ഹ്യൂമൻ ലൈഫിന് ഭീഷണിയായിട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് എന്ത് വന്നാലും ഇവർ അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. അപ്പം നിയോ ഇമ്പീരിയലിസം, ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ആഗോളവൽക്കരണം. അതായത് പിന്നെ ഈ ആഗോളവൽക്കരണം നമ്മളൊരു എന്താണ് പോസിറ്റിവിറ്റി പോലെയാണ് പറയുന്നതെങ്കിൽ പോലും ഇവർ അതിൻ്റെ നെഗറ്റിവിറ്റീസിനെതിരെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ നിയോ ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേറൊരു രാജ്യം ആ ഒരു രാജ്യത്തിനെ ഇതുപോലെ കോളനിയാക്കി വെച്ച് അവിടെ റിസോഴ്സസ് ഒക്കെ ഊറ്റിയെടുക്കുന്നത്. ഇപ്പം നിയോ ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ടൈപ്പ് ഓഫ് ഇമ്പീരിയലിസം. അതായത് ഇപ്പോഴെങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെ കീഴടക്കി വെക്കാറില്ല, അവരെ എന്താണ് എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ എന്താണ് കൾച്ചറലി ഡോമിനേറ്റ് ചെയ്യാൻ വരും ബാക്കിയുള്ള കൺട്രീസ്. അപ്പോൾ അതിനെയാണ് നിയോ ഇമ്പീരിയലിസം. അതായത് ഇൻഡയറക്ട്ലി ഡോമിനേറ്റ് ചെയ്യാൻ വരുന്നതിനാണ് നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് ന്യൂ ടൈപ്പ് ഓഫ് ഇമ്പീരിയലിസം. നിയോ മീനിങ് ന്യൂ. സോ ദി എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ന്യൂക്ലിയർ പോളിസിക്കെതിരെ വന്ന ഒരു റൈറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദി കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക ഒരു ആന്തോളജിക്കകത്താണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനകത്ത് കുറേ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആയിരുന്നു. അത് ഓരോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ മാത്രം അല്ലെങ്കിൽ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസുമായിട്ട് ഡിസ്കസ് ചെയ്തേക്കുന്ന കുറേ ആർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ബുക്കിനകത്താണ് എൻഡ് ഓഫ് ദി ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക് ആദ്യമേ പബ്ലിഷ് ചെയ്തത്. ഇതിനെക്കുറിച്ചാണ് എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് ദി ഡേഞ്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ എൻവയോൺമെന്റൽ ഹസാർഡ്സ്, അതായത് ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തതിന് ശേഷം എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു അതിനെക്കുറിച്ച്. പിന്നെ ഹ്യൂമാനിറ്റിയിൽ ഈ ഒരു ന്യൂക്ലിയർ വെപ്പണിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു പിന്നെ റൈറ്റിംഗ് അവർ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എഴുതിയേക്കുന്നത്. ആൻഡ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പിന്നീട് ദ ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് അവരുടെ. അത് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് 2006. ഈ ഒരു ആർട്ടിക്കിൾ അതിനകത്തും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇവർക്കൊരു സാഹിത്യ അക്കാദമി അവാർഡ് ദ ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസിനകത്ത് അതിനകത്ത് ഇതുപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു ആൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസിനകത്തും സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ ഇവരത് ഡിക്ലൈൻ ചെയ്തു, ഇവരത് വാങ്ങിച്ചില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു എൻഡ് ഓഫ് ഇമാജിനേഷൻ. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് 2 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അത് വാറിന് വേണ്ടിയല്ല ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയത്. ജസ്റ്റ് നമുക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കും വാർ പർപ്പസിന് വേണ്ടിയല്ല. നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് ബാക്കിയുള്ള കൺട്രീസിനെ പോലെ നമ്മളും ജസ്റ്റ് ഒന്ന് എന്താണ് ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിലൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയതാണ്. സോ ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റിനെ 2 പ്രാവശ്യം നടത്തിയപ്പോഴും എന്താണ് അതിനെ പറഞ്ഞേക്കുന്നത്, പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണ്. അതായത് നമ്മൾ വാറിന് വേണ്ടിയല്ല ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ചെയ്തത്, ജസ്റ്റ് പീസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി. അതായത് സമാധാനം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ നമ്മൾ ആർക്കും ഏതെങ്കിലും ഒരു രാജ്യത്തോടു കൂടി ഫൈറ്റ് ചെയ്യാനോ അതിനൊന്നും അല്ല, കോമ്പീറ്റ് ചെയ്യാനോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട്
അമേരിക്കയൊക്കെ ഇതുപോലെ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് കണ്ട് നമ്മളും ജസ്റ്റ് ഒന്ന് ടെക്നോളജിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒന്ന് ഡെവലപ്പ് ആവാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നടത്തിയത് 1974 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി അവരുടെ സമയത്താണ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. അതെന്താണ് മറ്റേ പൊക്രാൻ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ആ ഒരു ഡെസേർട്ട് ഏരിയയിലാണ് ഫസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയത് നമ്മൾ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് ടെസ്റ്റാണ്. 1974 ടൈം ഫസ്റ്റ് അപ്പോഴാണ് നടത്തിയത്. അതിന് എന്താണ് പറയുന്നത്, അതിൻ്റെ കോഡ് നെയിം എന്തായിരുന്നു, സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. കാരണം ബുദ്ധ പൂർണ്ണിമയാണ് അന്നാണ് ഈ ഒരു ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ അങ്ങനെ പിന്നെ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ കോഡ് നെയിം ആയിരുന്നു സ്മൈലിംഗ് ബുദ്ധ പൂർണ്ണിമയുടെ നടത്തിയതുകൊണ്ട്. അടുത്ത സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റിനെ കുറിച്ചും കൂടെയാണ് നമ്മുടെ അരുന്ധതി റോയ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റിനകത്ത് നമ്മുടെ വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നത്. അബ്ദുൽ കലാമും കൂടി നേതൃത്വം കൊടുത്താണ് സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റ് നടത്തിയത്. അപ്പം സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റും ഇതുപോലെ തന്നെ രാജസ്ഥാനിലായിരുന്നു നടത്തിയത്. താർ മരുഭൂമിയിലായിരുന്നു നടത്തിയത്. അപ്പോൾ അത് 1998 ആ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 5 ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തു, 5 എണ്ണം. അപ്പോൾ അതിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത് ശക്തി എന്നങ്ങാണ്ടായിരുന്നു, ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. മറ്റേതിൻ്റെ എന്തായിരുന്നു, സ്മൈലിംഗ് ബുദ്ധ, ഇത് ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. സോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിനെയും എന്താണ് പറഞ്ഞത്, പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരുന്ധതി റോയും ബാക്കിയുള്ളവരും കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ നമുക്ക് ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1974, 1998 ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു അറ്റാക്ക് ഓൺ കാശ്മീരിലും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. സോ ഇന്ത്യൻ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ന്യൂക്ലിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതാണെന്നും അതിനെ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് യൂസ് ചെയ്തതെന്നും ഒക്കെയാണ് ഒരു വെപ്പ് ഒന്ന് പറച്ചിൽ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് ഈ ആറ്റോമിക് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്, ന്യൂക്ലിയർ വെപ്പൻ്റെ ഈ ഒരു കാര്യം. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറിന് വേണ്ടിയല്ല, പക്ഷേ ഏതെങ്കിലും രീതിയിൽ നമ്മളെ അതിനെ പ്രകോപിപ്പിച്ചാൽ നമ്മളത് യൂസ് ചെയ്യാൻ മടിക്കില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു ഒരു ദിവസം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഹിഡൻ മീനിങ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടുന്ന ആ ഒരു സമയത്ത് എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഷൻ തന്നെയാണല്ലേ, അല്ലാതെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബോംബ് തന്നെയാണ്. അല്ലാതെ അത് പീസ്ഫുൾ കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആളുകൾ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അരുന്ധതി റോയ് ഈ ഒരു കാര്യത്തിനാണ് കളിയാക്കിയല്ല, ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല. ന്യൂക്ലിയർ വെപ്പൺ വെച്ചേക്കുന്നത് എന്തായാലും അത് യൂസ് ചെയ്യാനായിരിക്കും. അത് യൂസ് ചെയ്യാനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ മുൻകൂട്ടി കണ്ടായിരിക്കും ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഇതൊരു റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻകാരികളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആ കൺട്രിയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അറിഞ്ഞത്. കാരണം ഇന്ത്യ ഇവിടെ ഇങ്ങനെ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയെന്നൊക്കെ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഭയങ്കര സീക്രറ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. അമേരിക്കക്കാരുടെ സ്പൈ സാറ്റലൈറ്റ് ഒക്കെ ഇതിന് മുമ്പ് അവർ ചെറുതായിട്ട് അവർക്ക് ന്യൂസ് കിട്ടിയതാണ് നമ്മൾ ന്യൂക്ലിയർ ഈ ഒരു ടെസ്റ്റ് നടത്താൻ പോകുന്നത്. പക്ഷേ ഡെസേർട്ടിൽ വെച്ചായതുകൊണ്ട് അതുകൊണ്ടാണ് മനഃപൂർവ്വം ഡെസേർട്ടിലൊക്കെ വെച്ച് ചെയ്തത്. ഡെസേർട്ടിൽ വെച്ച് ചെയ്തുകൊണ്ട് മറ്റേ മണലൊക്കെ വെച്ച് മൂടി ഈ സയന്റിസ്റ്റുകളൊക്കെ 3 ദിവസം മുന്നേ അവിടെ എത്തി ആർമി യൂണിഫോം ഒക്കെ ഇട്ടാണ് അവരവിടെ നിന്നത്, അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. സോ അത്രമാത്രം സീക്രറ്റായിട്ട് നടത്തിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വാജ്പേയി സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ വാജ്പേയിയാണ് ന്യൂസ് ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞത്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പീസ്ഫുൾ എക്സ്പ്ലോഷൻ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻകാർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ കൺട്രി അവർക്ക് ഒക്കെ ഇച്ചിരി പ്രശ്നമായി. പീസ്ഫുൾ ടോക്കിനൊക്കെ സമ്മതിച്ചതായി അവർ. കുറച്ച് കൺട്രീസ് നമ്മളെ സപ്പോർട്ട് ചെയ്തു, കുറച്ച് ആളുകൾ ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ ഒന്ന് ജസ്റ്റ് വരട്ടി വെക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ ഇവരുടെ ഒരു ഇടപെടലുകൾ പാകിസ്ഥാൻ്റെ. അപ്പം അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പണിൻ്റെ ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ നോക്കിക്കോ നിങ്ങൾ. അപ്പം ഇപ്പോൾ ഈ അരുന്ധതി റോയ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ സെക്കൻഡ്, അതായത് പൊക്രാൻ 2, അതായത് സെക്കൻഡ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. മൈ വേൾഡ് ഹാസ് ഡൈഡ്, ഐ റൈറ്റ് ടു മോൺ ഇറ്റ്സ് പാസിംഗ്. അപ്പോൾ അവർ ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ മാഗസിനകത്ത് ഇങ്ങനെ എഴുതിയതാണ്. മൈ വേൾഡ് ഹാസ് ഡൈഡ്, ഐ റൈറ്റ് ടു മോൺ ഇറ്റ്സ് പാസിംഗ്. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനലും ഉണ്ട്, മാഗസീനും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞേക്കുവാണ് മൈ വേൾഡ് ഹാസ് ഡൈഡ്, ഐ റൈറ്റ് ടു മോൺ ഇറ്റ്സ് പാസിംഗ് എന്നാണ് അരുന്ധതി റോയ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിനെ കുറിച്ച് അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു, എൻ്റെ വേൾഡ് മരിച്ചു, ഞാനിപ്പോൾ എഴുതുന്ന എന്തിനു വേണ്ടിയാണ് അതിനെ കുറിച്ച് അനുശോചിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ആൻഡ് ദ ഡെസേർട്ട് ഷൂക്ക് എന്നാണ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഫോംഡ് അസ്. ദ ഡെസേർട്ട് ഷൂക്ക് എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് പ്രസ് ക്ലബിയോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഡെസേർട്ട് തന്നെ ഷേക്ക് ചെയ്തത് ഭയങ്കരമായിട്ട്. ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ടു, അതായത് അവിടെ താമസിച്ചിരുന്ന ആളുകളും പേടിച്ചു. ദ ഹോൾ മൗണ്ടൻ ടേൺഡ് വൈറ്റ്, ദ ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ റിപ്ലൈഡ്. ആൻഡ് ബൈ ആഫ്റ്റർനൂൺ ദ വിൻഡ് ഹാഡ് ഫോളൻ സൈലന്റ് ഓവർ പൊക്രാൻ. അറ്റ് 3:45 PM ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയത് സെക്കൻഡ്.
ആൻഡ് ദ ടൈമർ ഡിറ്റോണേറ്റഡ് ദ 3 ഡിവൈസസ്. ഡിറ്റോണേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിലീസ് ചെയ്തു എന്ന്. 3 ഡിവൈസും റിലീസ് ചെയ്തു അറൌണ്ട് 200 to 300 മീറ്റേഴ്സ് ഡീപ്പ് ഇൻ എർത്ത്. അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ഇത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ കൂടുതലും എക്സ്പ്ലോഷൻ ഒന്നും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. കാരണം ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ചുറ്റിനുള്ള ആളുകൾക്ക് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ റേഡിയേഷൻ മൂലം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ സംഭവിക്കാം. അപ്പോൾ അത് റേഡിയേഷൻ്റെ ഇതെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ. ടെസ്റ്റ് ആണെങ്കിലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടുന്ന, അപ്പോൾ അരുന്ധതി റോയ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന നടപടികളൊക്കെ സ്വീകരിച്ചോ, അല്ലെങ്കിൽ അതിങ്ങനെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും ആനിമൽസിലും ബേർഡ്സിലും ഈവൻ നേച്ചറിലും സംഭവിക്കാവുന്ന നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചാണ് അരുന്ധതി റോയ് ഭയങ്കര ദേഷ്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ 3 ഡിവൈസസ് ആണ് ഡിറ്റോണേറ്റ് ചെയ്തത്. മിസ് പറഞ്ഞല്ലോ, സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റിൽ 3 ഡിവൈസസ് ആണ് ടെസ്റ്റ് ചെയ്തത്. അറൌണ്ട് 200 to 300 മീറ്റേഴ്സ് ഡീപ്പ് ഡൗൺ ഇൻ ദി എർത്തിലാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. ഈവൻ ദെൻ ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയായിരുന്നു, സൂര്യൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ അത്രയും ടെമ്പറേച്ചർ ആയിരുന്നു അത് റിലീസ് ചെയ്ത ടെമ്പറേച്ചർ. ആൻഡ് സൂര്യനിൽ ഉള്ള ടെമ്പറേച്ചറിനെക്കാട്ടിലും അത്രയും മാത്രം വരുമായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റന്റ്ലി റോക്സ് വെയിങ് അറൌണ്ട് 1000 tons മിനി മൗണ്ടൻസ് അണ്ടർഗ്രൗണ്ട് വേപ്പറൈസ്ഡ്. അതായത് ഭൂമിക്കടിയിലുള്ള 1000 ടൺ വെയിറ്റ് വരുന്ന റോക്കുകൾ, പാറകളും പിന്നെ മിനി മൗണ്ടൻസ് വരെ വേപ്പറൈസ്ഡ് ആയിപ്പോയി, അത് ആവിയായിപ്പോയി എന്നാണ് പറയുന്നത്. ഷോക്ക് വേവ്സ് ഓഫ് ദ ബ്ലാസ്റ്റ് ബിഗാൻ ടു ലിഫ്റ്റ് എ മൗണ്ട് ഓഫ് എർത്ത് ദ സൈസ് ഓഫ് എ ഫുട്ബോൾ ഫീൽഡ് ബൈ സെവറൽ മീറ്റേഴ്സ്. അതായത് ഡെസേർട്ടിൽ വെച്ചായതുകൊണ്ട് താഴെയുള്ള ആ ഒരു ഷോക്ക് താഴെ വെച്ച് പൊട്ടിച്ചതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഷോക്ക് വേവ്സ് പോലെ വന്നിട്ട് മൊത്തത്തിലൊരു ഡെസേർട്ടിനെ തന്നെ ഒന്ന് ഇളക്കി മറിച്ചു എന്നാണ് പറയുന്നത്. വൺ സയന്റിസ്റ്റ് ഓൺ സീയിങ് ഇറ്റ് സെഡ്, ഐ ക്യാൻ നൗ ബിലീവ് സ്റ്റോറീസ് ഓഫ് ലോർഡ് കൃഷ്ണ ലിഫ്റ്റിംഗ് എ ഹിൽ. അതായത് അപ്പോൾ ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണ് ഇതിനെതിരെ റിപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തത്, ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. കൃഷ്ണൻ എങ്ങനെയാണ് ഒരു മല, മറ്റേ കിണ്ണിവരല്, അതായത് ചെറിയ വിരലിൽ എങ്ങനെയാണ് ഒരു മല ഉയർത്തിയില്ലേ, അപ്പോൾ അതെങ്ങനെയാണ് ഉയർത്തിയത് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതായത് അതും അത്രയ്ക്ക് മാത്രം ഒരു ഷേക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഡെസേർട്ടിനെ തന്നെ ഇളകി മറിയും, ഡെസേർട്ട് തന്നെ ഇളകി മറിയുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭൂമിക്കടിയിലെ വലിയ വലിയ പാറകൾ പോലും വേപ്പറൈസ്ഡ് ആയിപ്പോയി, ആവിയായിപ്പോയി. അപ്പോൾ അത്രമാത്രമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സയന്റിസ്റ്റ് പറയുവാണ് ഇപ്പോൾ എനിക്ക് ബിലീവ് ചെയ്യാം. കാരണം ലോർഡ് കൃഷ്ണൻ എന്താണ് ഒരു വിരലിൽ ആണ് മറ്റേ മല ഉയർത്തിപ്പിടിച്ചതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാം. കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയപ്പോൾ ഡെസേർട്ട് ആകെ മൊത്തം കുലുങ്ങിയത്, അല്ലെങ്കിൽ ഡെസേർട്ട് ആകെ മൊത്തം ഒന്ന് ഉയർന്നു പൊങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മളിപ്പോൾ കൃഷ്ണൻ ഇപ്പോൾ ഒരു മല പൊക്കി എന്നുള്ള സ്റ്റോറീസ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത്രയ്ക്ക് എഫക്റ്റ് ആയിരുന്നു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ്. ആൻഡ് May 1998 ഈ ഒരു സംഭവം. ഇറ്റ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ബുക്സ് പ്രൊവൈഡഡ് ഓഫ് കോഴ്സ് വി ഹാവ് ഹിസ്റ്ററി ബുക്സ് ടു ഗോ ഡൗൺ ഇൻ പ്രൊവൈഡഡ് ഓഫ് കോഴ്സ് വി ഹാവ് എ ഫ്യൂച്ചർ. അതായത് അരുന്ധതി റോയ് പറയുവാണ് May 1998 ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. സോ അത് ഹിസ്റ്ററി ബുക്സിലൊക്കെ വളരെ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ എഴുതി വെക്കും ആളുകൾ. കാരണം ബിക്കോസ് വി ഹാവ് എ ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ദെൻ ഹിസ്റ്ററി ബുക്സ് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ അതായത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അതായത് സെലിബ്രേറ്റ് ചെയ്തൊക്കെയാണ് എഴുതിയേക്കുന്നത്. അതായത് ഇന്ത്യ അങ്ങനെ ഫ്രീഡം കിട്ടി 1947 അങ്ങനത്തുള്ള രീതിയിൽ നമ്മൾ ഗാന്ധിജിയുടെ നോൺ വയലൻസ് എന്നുള്ള പോളിസിയിലൂടെയാണ്, അഹിംസ എന്നുള്ള പോളിസിയിലൂടെയാണ് മറ്റവരെ ഒട്ടിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ബുക്സിലൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് എഴുതി വെക്കുന്നത് പോലെ ഈ ഒരു എപ്പിസോഡും ഹിസ്റ്ററി ബുക്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ടൈമായി വരുന്നു. ആൻഡ് ദെൻ പിന്നെ അവരെന്താണ് പറയുന്നത്, പ്രൊവൈഡർ ഓഫ് കോഴ്സ് വി ഹാവ് എ ഫ്യൂച്ചർ. നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ബുക്സിലൊക്കെ ഇതുപോലെ എഴുതി വെക്കാം. എന്ന് വെച്ചാൽ എന്താ മീനിങ്, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഒക്കെ നടത്തി അവസാനം ഇവിടെയുള്ള ആളുകൾ മൊത്തം ചത്തുപോയി, അല്ലെങ്കിൽ വോർസ് ഒക്കെ നടത്തി അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഇല്ലെന്നല്ലേ പറയുന്നത്. അതായത് ആളുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഹിസ്റ്ററി ബുക്സ് വായിക്കാനും ആളുകൾ കാണത്തുള്ളൂ, എന്നാലേ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു പാസ്റ്റ് കാണത്തുള്ളൂ എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. അതായത് ഈ കണ്ട ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വോറൊക്കെ നടത്തി ആളുകളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്യൂച്ചറും ഇല്ല, പിന്നെ ഒരു പാസ്റ്റും ഇല്ല അല്ലേ. എന്തായാലും ഹിസ്റ്ററി ബുക്സിലെല്ലാം ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എഴുതി വെക്കാൻ പോകുന്നത്. പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി ബുക്സ് ഒക്കെ വായിക്കാം എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കൊക്കെ വായിച്ചിരിക്കാം. ആൻഡ് ദർ ഇസ് നത്തിങ് ന്യൂ ഓർ ഒറിജിനൽ ലെഫ്റ്റ് ബി സെഡ് അബൌട്ട് ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് പുതിയതായിട്ട് ഇനിയിപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ 1998 എക്സ്പോഷൻ കൂടെ കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒരുപാട് പേര് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഫിലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇവർ പറയുവാണ് ഇനി പുതിയതാണ്, നത്തിങ് ന്യൂ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് പറയാനോ ഒന്നും ഇനി ബാക്കിയില്ല, എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച്. ആൻഡ് ദർ ക്യാൻ ബി നത്തിങ് മോർ ഹ്യൂമിലിയേറ്റിംഗ് ഫോർ എ റൈറ്റർ ഓഫ് ഫിക്ഷൻ ടു ഹാവ് ടു do than restate a case that has over the years already been made by the other people in other parts of the world and made passionately, eloquently and knowledgeably. അതായത് ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം 100 തവണ പറഞ്ഞ ഒരു കാര്യം വീണ്ടും എടുത്ത് പ്രസന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഐ എം റെഡി ടു ടോക്ക് അബൌട്ട് ദിസ് ഇൻസിഡന്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലെങ്കിൽ ടു റൈറ്റ് അബൌട്ട് ദിസ് ഇൻസിഡന്റ് അഗെയിൻ എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ഒരുപാട് പേര് വേൾഡിലുള്ള പല സ്ഥലങ്ങളിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ആ റൈറ്റേഴ്സ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചപ്പോഴും ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഞാൻ എന്നാലും ഒന്നും കൂടെ എഴുതും. കാരണം എത്ര മനോഹരമായിട്ടാണ് ഓരോ ആളുകൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാനും ഒന്നും കൂടെ ഈ ഒരു കേസിനെ ഒന്നും കൂടെ എടുത്തിട്ട് പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് ഞാനും എഴുതാൻ പോവുകയാണ്.
ഐ ആം പ്രിപ്പയർ ടു ഗ്രോവൽ. അതായത് എന്താണ്, ഞാനും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ലൈ ഡൗൺ അല്ലെങ്കിൽ ക്രോൾ എന്നാണ് മീനിങ്. അതായത് ഞാനും ഇതിനെക്കുറിച്ച് ഇനി പറയാൻ പോവുകയാണ്. ടു ഹ്യൂമിലേറ്റ് മൈസെൽഫ് ആബ്ജക്ട്ലി ബിക്കോസ് ഇൻ ദ സർക്കംസ്റ്റൻസസ് സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ. അതായത് ഒരുപാട് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും, എത്ര ആളുകൾ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും എന്താണ്, നമുക്കും കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ പറയണം എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. എത്ര പേര് ഈ ഭൂമിയിൽ ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടേതായ അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ, പറയുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ഞാനും ഇനി എന്തായാലും ഒന്നുകൂടെ പറയാൻ പോവാണ്. അത് ഭയങ്കര ഹ്യൂമിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഓരോരുത്തർ എഴുതി പഴകി സംസാരിച്ച ഒരു വിഷയമാണ് ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം. പക്ഷേ എന്നാലും ഞാനും കൂടി ഒരു അറ്റംപ്റ്റ് നടത്തുവാണെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അബ്ജക്റ്റ്ലി മീനിങ് ബാഡ്ലി എന്നാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ, ഈ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിൽ സൈലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, എത്ര പേര് ഇതിനെ എതിർത്ത് പറയുന്നുവോ അത്രയും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യം എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അൺറീസണബിൾ ആയിട്ടൊരു കാര്യം എന്നാണ്. ഇങ്ങനത്തുള്ള അവസരങ്ങളിലൊന്നും സൈലന്റ് ആയി ഇരിക്കരുത്, അത് നമുക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യുന്നതാണ് ആര് പറയുന്നത്, അരുന്ധതി റോയ് പറയുന്നത്. സോ ദോസ് ഓഫ് യു ഹു ആർ വില്ലിംഗ്, ലെറ്റ്സ് പിക്ക് അവർ പാർട്സ്, പുട്ട് ഓൺ ദീസ് ഡിസ്കാർഡഡ് കോസ്റ്റ്യൂംസ് ആൻഡ് സ്പീക്ക് അവർ സെക്കൻഡ് ഹാൻഡ് ലൈൻസ് ഇൻ ദ സാഡ് സെക്കൻഡ് ഹാൻഡ് പ്ലേ. അതായത് ഇപ്പൊ നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ശരി, വില്ലിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്റെ കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം. എന്നിട്ട് അവർ പറയുവാണ്, നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കാം. ഈ ഒരു സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളെ കുറിച്ച്, അതായത് ഇതിപ്പം ഒരുപാട് പഴകി ഒരു സെക്കൻഡറി കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്, വലിയ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോലെ മാറിയിരിക്കുകയാണ്. ഈ സമയത്തിൽ വേണം നമ്മൾ പ്രതികരിക്കാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇഷ്യൂ ആണ് ഇതിനെക്കുറിച്ച്, ഒരു ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിനെ കുറിച്ച്. പക്ഷേ എന്നാലും നമുക്കും കൂടെ നമ്മുടെ ലൈൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കും കൂടെ നമ്മുടെ ഫൈറ്റ് എന്താണെന്ന് ഇതിലൂടെ ആഡ് ചെയ്യാം എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ബട്ട് ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ദി സ്റ്റേക്സ് വി ആർ പ്ലേയിങ് ഫോർ ആർ ഹ്യൂജ്. അതായത് നമ്മൾ എടുക്കുന്ന ഈ ഒരു ഹ്യൂജ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്ന ഈ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇതിനെതിരെ സംസാരിക്കാൻ പോകുന്നതും പിന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞൊരു കാര്യവും ഭയങ്കര റിസ്ക്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അവർ ഫെറ്റീഗ് ആൻഡ് അവർ ഷെയിം കുഡ് മീൻ ദി എൻഡ് ഓഫ് അസ്. നമ്മളിപ്പോൾ വിമുഖത കാണിച്ചല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ എൻഡാണ് അവസാനം വരാൻ പോകുന്നത്. സോ ബെറ്റർ നമുക്ക് ഇതിനെതിരെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാമെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് ആളുകളോട് പറയുവാണ്. അപ്പം ദി എൻഡ് ഓഫ് അവർ ചിൽഡ്രൻ ആൻഡ് അവർ ചിൽഡ്രൻസ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ മക്കളുടെ കാര്യമോ നമ്മുടെ മക്കളുടെ എൻഡും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ സമയത്തൊന്നും ഭൂമി കാണില്ല, അല്ലെങ്കിൽ അവരും കിടന്ന് സഫർ ചെയ്യും. ആൻഡ് ഓഫ് എവറിത്തിങ് വി ലവ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവസാനം ഇത് മൂലം നശിച്ചു പോകും എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് ദെയർഫോർ വി ഹാവ് ടു റീച്ച് വിത്തിൻ അവർ സെൽവ്സ് ആൻഡ് ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു തിങ്ക് ആൻഡ് ടു ഫൈറ്റ്. അപ്പോൾ നമ്മൾ അരുന്ധതി റോയ് എന്താ പറയുന്നത്, അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങാൻ. അതായത് നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കും ആ ടൈമിൽ ഇത് ഭയങ്കര നാശത്തിന് വഴിയൊരുക്കും നമ്മൾ പ്രതികരിക്കാതെ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈമെങ്കിൽ ഇപ്പോൾ തന്നെ പ്രതികരിക്കണം. എത്ര പേര് പറഞ്ഞ് കഴിഞ്ഞ ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വി ഷുഡ് ടോക്ക് ആൻഡ് വി ഷുഡ് ഫൈറ്റ് എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് ഷീസ് ഇൻവൈറ്റിംഗ് us all to ഈ ഒരു ഫൈറ്റിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ നിൽക്കണം എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. വൺസ് അഗൈൻ വി ആർ പിറ്റിഫുള്ളി ബിഹൈൻഡ് ദ ടൈംസ് ആണ്, നോട്ട് ജസ്റ്റ് സയന്റിഫിക്കലി ആൻഡ് ടെക്നോളജിക്കലി ബട്ട് മോർ പെർട്ടിനന്റ്ലി ഇൻ അവർ എബിലിറ്റി ടു ഗ്രാസ്പ് ദ ട്രൂ നേച്ചർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അതായത് ഇദ്ദേഹം അപ്പം അരുന്ധതി റോയ് പറയുവാണ്, നമ്മൾ ശരിക്കും ഭയങ്കര ബാക്ക്വേർഡ് ആണ് ചില കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ. അത് സയന്റിഫിക്കലി ആയാലും ടെക്നോളജിക്കലി ആയാലും നമ്മൾ കുറച്ച് പുറകിലാണെന്നാണ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പുറത്തു വരത്തോളെന്നാണ് ഇന്ത്യക്കാർ അങ്ങനെയാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പോൾ സയന്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായാലും ടെക്നോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായാലും പോലും ട്രൂ, അതായത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുത്ത് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ റെഡി ആയിട്ട് വരാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറയുന്നത് അരുന്ധതി റോയ്. അപ്പം ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ കുറച്ച് ബാക്ക്വേർഡ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ട്രൂ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പറയാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി നമ്മൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് വൈകി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലേറ്റ് ആണ് നമ്മൾ എല്ലാ കാര്യത്തിലും. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പരീക്ഷിച്ച് കഴിഞ്ഞു, പക്ഷേ അതിന്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നാണ് അരുന്ധതി റോയ് പറഞ്ഞു വരുന്നത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ കുറേ ലേറ്റ് ആണ്, ഇന്ത്യക്കാർ അങ്ങനെയാണെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. പെർട്ടിനന്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് റെലവെന്റ് എന്ന്. ആൻഡ് അവർ കോംപ്രിഹെൻഷൻ ഓഫ് ദി ഹൊറർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹോപ്ലെസ്ലി ഒബ്സലീറ്റ്. അതായത് നമുക്ക് ഈ ഒരു ഹൊറർ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്, അതായത് നമുക്ക് ഈ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നെഗറ്റിവിറ്റി സംഭവിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യും എന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിങ്കിങ് നമ്മുടെ മൈൻഡിലോട്ട് വരത്തില്ല. നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ഒരു ഹൊററിനെ കുറിച്ച്, അതായത് ഒരു നെഗറ്റീവ് ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. നമ്മൾ ഒരിക്കലും അതിന്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിന് കൊടുത്തേക്കുന്നത് എന്നാണ് അരുന്ധതി റോയ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഒബ്സലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഔട്ട് ഓഫ് ഡേറ്റ് ആണെന്ന്. And here we are all of us in India and Pakistan discussing the finer points of politics and foreign policy, behaving for all the world as though our governments have devised a newer, bigger bomb, a sort of immense hand grenade with which they will annihilate the enemy and protect us from all harm. അതായത് നമുക്ക് കിട്ടിയ ഒരു പിക്ചർ എന്താണ്, ഇന്ത്യയിലും പാകിസ്ഥാനിലും എന്താണ്, ഇന്ത്യക്ക് അതായത് ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും എന്താണ് ഇപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയതിനു ശേഷം
ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പീസ്ഫുൾ ടോക്സ് അല്ലെങ്കിൽ ഫോറിൻ പോളിസിയെക്കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മൈൻഡിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഇമേജ് എന്താണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജ് എന്താണ്? നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി, പാകിസ്ഥാനെതിരെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു ബോംബ് ക്രിയേറ്റ് ചെയ്തു. ബോംബെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബോംബ് ക്രിയേറ്റ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം ഹാൻഡ് ഗ്രനേഡ് പോലെ ഉള്ളൊരു സംഭവമാണ്. അതെങ്ങനെയാണ് അത് വെച്ച് നമ്മുടെ എനിമീസിനെല്ലാം തുരത്താൻ പറ്റും, അങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇമേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് നമുക്കെതിരെ വെച്ചേക്കുന്നൊരു, നമുക്ക് ന്യൂക്ലിയർ വെപ്പണിനെതിരെ വെച്ചേക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പന്റെ ആ ഒരു ഇമേജിനെ നമ്മൾ ജസ്റ്റ് ഒരു സില്ലി ആയിട്ടാണ് ഗവൺമെന്റ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ. അതായത് പാകിസ്ഥാനെതിരെ ഒന്ന് വിരട്ടി നിർത്താനും നമ്മളെ അതുവഴി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു ബോംബായിട്ടാണ് ഇതിനെ ആ ഒരു കുഞ്ഞു ഇമേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സില്ലി ഇമേജാണ് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് ഫ്രണ്ടിൽ അവതരിപ്പിച്ചേക്കുന്നത്. അതായത് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബോംബാണ്, അത് നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് പെട്ടെന്ന് ധൃതി പിടിച്ച് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് ഹൗ ഡെസ്പറേറ്റ്ലി വി വോണ്ട് ടു ബിലീവ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിക്കോ. ഹൗ ഡെസ്പറേറ്റ്ലി വി വോണ്ട് ടു ബിലീവ് ദാറ്റ് വാട്ട് വണ്ടർഫുൾ വില്ലിംഗ് വെൽ ബിഹേവ്ഡ് ഗള്ളിബിൾ സബ്ജക്ട്സ് വി ഹാവ് ടേൺഡ് ഔട്ട് ടു ബി. അതായത് എന്താണ് ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വാറിനല്ല, ജസ്റ്റ് നമ്മളൊന്ന് ടെക്നോളജിക്കലി ആൻഡ് സയന്റിഫിക്കലി ഡെവലപ്ഡ് ആയിന്ന് ഒന്ന് ജസ്റ്റ് എന്താണ് വേൾഡിന് മുന്നേ കാണിക്കാൻ, ഓരോ കൺട്രീസിന് മുന്നേ കാണിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ആൻ എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് എന്താണ്? ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബോംബ് എന്ന് പറയുന്ന ഒരു ബോംബ് തന്നെയാണ്. പക്ഷെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് എന്താണ്? അതായത് പിന്നെ പാകിസ്ഥാനെ ഒന്ന് വരട്ടാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തത്. അതായത് നമ്മളെ കൂടുതൽ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പ്രയോഗിക്കാൻ വേണ്ടി ആയിരുന്നു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ടെക്നോളജിക്കലി നമ്മുടെ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ്സ് ബാക്കിയുള്ള കൺട്രീസിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അത് എത്ര പെട്ടെന്നാണ് നമ്മൾ അത് ബിലീവ് ചെയ്തത്? അതായത് ഇന്ത്യക്കാരും എങ്ങനെയാണ് അത് ബിലീവ് ചെയ്ത് നമ്മളൊരു ഭയങ്കര ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് കഥ പറയുന്ന വരുമ്പോൾ നമ്മൾ തല വിളിക്കത്തില്ല കുഞ്ഞു കുട്ടികൾ, അതുപോലെ തന്നെ നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തൊടാതെ അതങ്ങ് വിഴുങ്ങി. സോ ദിസ് വാസ് സംവാട്ട് ലൈക്ക് വാട്ട് എന്താണ് ഒരു വെൽ ബിഹേവ്ഡ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു വെൽ ബിഹേവ്ഡ് അല്ലെങ്കിൽ ഒരു ഗള്ളിബിൾ സബ്ജക്ട്സ്. ഗള്ളിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്നസെന്റ് സബ്ജക്ട്സ്. അതായത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ പോലെ നമ്മൾ എന്ത് ചെയ്തു? അതെല്ലാം അങ്ങ് അവർ പറഞ്ഞ റീസൺസ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വിഴുങ്ങി. And the rest of humanity may not forgive us, but then the rest of humanity, depending on who fashions its views, may not know what a tired, dejected, heartbroken people we are. അതായത് ദ റെസ്റ്റ് ഓഫ് ദ ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വരുന്നവർ, നമ്മുടെ സക്സസേഴ്സ് ആയിട്ടുള്ളവർ നമ്മളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ ബിക്കോസ് നമ്മൾ എന്താണ് ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ തലകുലിക്കാങ്ങിരുന്നു ഈ ന്യൂക്ലിയർ വെപ്പൺ പോളിസി ഇന്ത്യയുടെ. പക്ഷെ അത് ശരിക്കും എന്തുമാത്രം വിനാശമാണ് നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഹെൽത്തിന്റെ വൈസ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ ആ ഒരു രീതിയിലാണെങ്കിലും നമുക്കതെന്താണ്, നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ചുമ്മാ വീമ്പിളക്കി പറയാവുന്നതല്ലാതെ അത് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു റേഡിയേഷൻ, ക്യാൻസർ അസുഖം പോലത്തെ അസുഖങ്ങൾ, ഈ റെസ്പിറേറ്ററി ഡിസീസസ്, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ പറയുന്നില്ല എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതിന്റെ നെഗറ്റീവ് ഇഫക്ട്സിനെ കുറിച്ച് ഗവൺമെന്റ് ശരിക്കും എന്താണ് അങ്ങ് വിഴുങ്ങുകയാണ് ചെയ്തത്. നമ്മളും അങ്ങനെ ആക്കി തീർത്തു. നമ്മളും അതിനെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് പറയുന്നത്? നമ്മുടെ റെസ്റ്റ് ഓഫ് ദി ഹ്യൂമാനിറ്റി, അതായത് നമുക്ക് ഇനി മുന്നേ വരുന്ന ആളുകൾ, സക്സസേഴ്സ്, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്താണ് നമ്മളോട് ഒരിക്കലും പൊറുക്കില്ല അല്ലെങ്കിൽ ക്ഷമിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ഈ ഒരു വിഷയത്തിനെ സൈലന്റ് ആയിട്ടാണ് ഫേസ് ചെയ്തത്. ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അറിയില്ല നമ്മളത്ര എന്താണ് ഭയങ്കര ലോ സ്പിരിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന്. അതായത് നമ്മൾ ഇങ്ങനത്തുള്ള വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാത്ത കുറെ ഇന്നസെന്റ് ആയിട്ടുള്ള ഫേസ്ഡ് അല്ലെങ്കിൽ ഇന്നസെന്റ് ഫേസ്ഡ് ആയിട്ടുള്ള കുറെ ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകളാണെന്നാണ് റെസ്റ്റ് ഓഫ് ദി ഹ്യൂമാനിറ്റി നമ്മളെ കുറിച്ച് വിചാരിക്കും. അല്ലെങ്കിൽ അവരെന്താണ്, അവർക്കറിയില്ല നമ്മൾ ഇത്രയും ഒന്നിനും കൊള്ളാത്ത കുറെ ടയർഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ലോ സ്പിരിറ്റഡ് ആയിട്ടുള്ള, അതായത് ഒന്നും പ്രതികരണ ശേഷി ഇല്ലാത്ത കുറെ ആളുകളാണെന്ന് പിന്നെ അവർക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ അവരറിയുന്നില്ലല്ലോ എന്ന്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെന്ന്. പെർഹാപ്സ് ഇറ്റ് ഡസന്റ് റിയലൈസ് ഹൗ urgently we need a miracle, how deeply we yearn for magic. അതായത് നമ്മൾ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിറക്കിൾ പോലെ, അതായത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു മിറക്കിളോ അല്ലെങ്കിൽ മാജിക്കോ നമ്മുടെ എഴുത്തുകാരി അതായത് അരുന്ധതി റോയ് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മളൊന്ന് പ്രതികരിക്കണം, ഇതുപോലത്തുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് പ്രതികരിച്ച് കാണണം എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അതൊരു മിറക്കിളിലെ പോലെയോ അല്ലെങ്കിൽ എന്താണ് ഒരു അത്ഭുതം സംഭവിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു മാജിക് സംഭവിക്കുന്ന പോലെയോ നിങ്ങളൊന്ന് പ്രതികരിച്ച് കാണിക്കണം എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അതിനി എന്തെങ്കിലും നമ്മളൊന്ന് പ്രതികരിക്കണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും മിറക്കിൾ സംഭവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക് നടത്തണം. And if only nuclear war was just another kind of war, if only it was about the usual things, nations and territories, gods and histories, if only those of us who dread it are worthless moral cowards who are not prepared to die in defense of our beliefs, if only nuclear war was a kind of war in which countries battle countries and men battle men, but it isn't. അതായത് ന്യൂക്ലിയർ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ വാർ ശരിക്കും എന്താണ് അല്ലെങ്കിൽ എന്തല്ല. ഇപ്പൊ ന്യൂക്ലിയർ വാർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു ബോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ എ വാർ എന്നാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ന്യൂക്ലിയർ വാർ എങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതായത് എങ്ങനെയല്ല എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ന്യൂക്ലിയർ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എനി യൂഷ്വൽ വാർ അല്ലെങ്കിൽ ഒരു നോർമൽ വാർ പോലെ അല്ല ന്യൂക്ലിയർ വാർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് യൂഷ്വൽ തിങ്സ്, അതായത് നേഷൻ ടെറിട്ടറി ആ ഒരു വഴക്കോ അല്ലെങ്കിൽ ഹിസ്റ്ററീസ്, ഗോഡ്സും ഹിസ്റ്ററീസും, അതായത് എന്താണ് ദൈവങ്ങൾ തമ്മിലുള്ള വഴക്കോ, അതായത് കുഞ്ഞു വാർസ് ഒന്നും അല്ല. ഈ ന്യൂക്ലിയർ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം വലുത് തന്നെയാണ്. അതൊരു യൂഷ്വൽ വാർ അല്ല, അതൊരു വലിയൊരു ഹ്യൂജ് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ഒരു ഡേഞ്ചറസ് വാർ ആണെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് ഇതിലൂടെ പറയാൻ പോകുന്നത്. ആൻഡ് അതായത്
നമ്മളെന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം ഇങ്ങനെ തൊട്ട് വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്, ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നില്ല. അത് ശരിക്കും യൂഷ്വൽ വാർ ഒന്നും അല്ല. നമ്മളടുത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്, എന്താണ് എന്തോ ഒരു ടെസ്റ്റ് നടത്തി വിജയിച്ചു, സക്സസ്ഫുൾ ആയി, അത്രേ ഉള്ളൂ. പക്ഷേ അത് ശരിക്കും യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. വാർ എന്ന് വെച്ചാൽ എന്താണ്, കൺട്രീസ് തമ്മിലുള്ള വാർ ഉണ്ട്, പിന്നെ മെൻ തമ്മിലുള്ള വാറുണ്ട്, അതായത് സോൾജിയേഴ്സ്, അതായത് ഓരോ കൺട്രീസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള വാറുണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് അതുപോലത്തുള്ള ഒരു വാർ അല്ല. ഇഫ് ബട്ട് ഇറ്റ് ഈസൻറ്റ്, അതായത് അതിന്റെ മീനിങ്, അതായത് ഇതൊന്നും യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ന്യൂക്ലിയർ വാർ എന്ന് വെച്ചാൽ യൂഷ്വൽ ആയിട്ടുള്ള നോർമൽ അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള നമ്മൾ കാണുന്ന ഫൈറ്റും കാര്യങ്ങളൊന്നും അല്ല. ഇതെന്താണ്, ഇഫ് ദർ ഇസ് എ ന്യൂക്ലിയർ വാർ അവർ ഫോഴ്സ് വിൽ നോട്ട് ബി ചൈന ഓർ അമേരിക്ക ഓർ ഈവൻ ഈച്ച് അതർ. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ വാർ കണ്ടക്ടഡ് ആവുക, ന്യൂക്ലിയർ വാർ ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എനിമീസ്, അതായത് നമ്മുടെ ഫോ എന്ന് പറയുന്നത്, ഫോ മീൻസ് എനിമീസ്, നമ്മുടെ എനിമീസ് ആരാണ്, നമ്മൾ ആരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അത് ചൈനയോ അമേരിക്കയോ ഒന്നും അല്ല നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എർത്തിനെ തന്നെ ആയിരിക്കും. അവർ ഫോ വിൽ ബി ദി എർത്ത് ഹെർസെൽഫ്. അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എർത്തിനെ തന്നെ ആയിരിക്കും. നമ്മുടെ എനിമി ആരാണ്, എർത്തിനെ തന്നെയാണ്. നമ്മൾ ഈ ന്യൂക്ലിയർ വാർ സാധാരണ എന്താണ്, ഇപ്പോൾ ചൈന അമേരിക്ക ആയിട്ടല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഫൈറ്റ് റിയൽ ആയിട്ട് നടക്കുന്നത്. എന്താണ് ശരിക്കും നമ്മൾ ആ ന്യൂക്ലിയർ വാർ ഹാപ്പൻ ചെയ്യുമ്പോൾ ആരുമായിട്ടുള്ള ഫൈറ്റാണ് അവിടെ റിയൽ ആയിട്ട് നടക്കുന്നത്, എർത്തുമായിട്ടുള്ള ഫൈറ്റാണ് ശരിക്കും റിയൽ ആയിട്ടാണ് നടക്കുന്നത്. കാരണം എന്താണ്, ദ വെരി എലിമെന്റ്സ്, ദ സ്കൈ, ദ എയർ, ദ ലാൻഡ്, ദ വിൻഡ്, ദ വാട്ടർ വിൽ ടേൺ അഗെയിൻസ്റ്റ് us. അതായത് ന്യൂക്ലിയർ വാർ, ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലിരുന്നാണ്, അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നാണ് ഈ ടെസ്റ്റ് നടത്തിയെന്നാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ടെസ്റ്റ് നടത്തിയത്, അത് ഡിസേർട്ട് ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം ചൂസ് ചെയ്ത് ഭയങ്കര സീക്രറ്റ് ആയിട്ട്, എന്താണ് 3:45 AM അല്ലേ, ആ സമയത്താണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. അതായത് നമ്മൾ ആരും അറിഞ്ഞതുമില്ല, അവിടെ കുറച്ച് ഒഫീഷ്യൽസ് മാത്രമേ അറിഞ്ഞുള്ളൂ ഈ ഒരു ടെസ്റ്റ് നടത്തിയതും കാര്യങ്ങളുമല്ല. പിന്നെ അതിനുശേഷം നമ്മുടെ അരുന്ധതി റോയ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം റേഡിയേഷൻ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ചുറ്റിനുള്ള പ്രദേശത്തും ഒക്കെ ഒരുപാട് കാണും. അതായത് ചുറ്റിനുള്ള പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നടത്തിയ സ്ഥലത്ത് മാത്രമായിരിക്കില്ല, അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് നല്ല വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു റേഡിയേഷന്റെ വ്യാപ്തി, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ അതിനാണ് ഭയങ്കര ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഡിസീസസ്, കുറെ ഡിസീസസ് ഉണ്ടാക്കാം. പിന്നെ ഈ എന്താ പറയാ, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ വരെ എഫക്റ്റഡ് ആകും. അപ്പം ഗർഭിണികളാണെങ്കിൽ അതിനെ പോലും എഫക്റ്റഡ് ആവുന്ന ടൈപ്പിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. പിന്നെ മരങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, കരിഞ്ഞുണങ്ങി പോകും. ടെമ്പറേച്ചറിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ബാലൻസ് നമുക്ക് നഷ്ടപ്പെടും, എൻവയോൺമെന്റൽ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിന്റെയോ അതിന്റെയൊക്കെ ബാലൻസേ നഷ്ടപ്പെടും. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊല്യൂട്ടഡ് ആയിട്ട് മാറും. മിൽക്ക് അതുപോലത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോർഡ് വാട്ടർ, അതായത് ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നീട് കിണറ്റിലുള്ള വെള്ളമോ അല്ലെങ്കിൽ അതിലേക്ക് ഒഴുകുന്ന നദിയിലെ വെള്ളം ഒന്നും യൂസ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി പോകും. അതായത് ഈ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, എർത്തുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കൈയും നമ്മുടെ എയറും നമ്മുടെ വിൻഡും ലാൻഡും വാട്ടറും ഒക്കെയാണ് പൊല്യൂട്ടഡ് ആയി പോകുന്നത്. സോ അതെല്ലാം നമുക്ക് നേരെ തിരിയും. ആൻഡ് ദെയർ റാത്ത് വിൽ ബി ടെറിബിൾ. അതായത് നേച്ചറിന്റെ ദേഷ്യം, അതായത് നേച്ചറിന്റെ ആങ്കർ അല്ലെങ്കിൽ നേച്ചറിന്റെ റാത്ത് എന്ന് പറയുന്നത് വിൽ ടേൺ അഗെയിൻസ്റ്റ് us, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ടെറിബിൾ ആയിരിക്കും. ആൻഡ് our cities and forests, our fields and villages will burn for days. എന്താണ് അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ സിറ്റീസും നമ്മുടെ ഫോറസ്റ്റും ഒക്കെ ആയിരിക്കും ഇതിന് അഫക്റ്റഡ് ആവുന്നത്. നമ്മുടെ ഫീൽഡും നമ്മുടെ വയൽ ഫാമിംഗ് ചെയ്യുന്ന ഫീൽഡ്സും നമ്മുടെ വില്ലേജസും ഒക്കെ ആയിരിക്കും വിൽ ബേൺ ഫോർ ഡേയ്സ്. റിവേഴ്സ് വിൽ ടേൺ ടു പോയിസൺ. അതായത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്തായിരിക്കും, പോയിസണസ് വാട്ടർ കൊണ്ട് നിറയും. ആൻഡ് എയർ വിൽ ബിക്കം ഫയർ. ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടും. ദ വിൻഡ് വിൽ സ്പ്രെഡ് ദ ഫ്ലെയിംസ്. അതായത് എന്താണ്, ടെമ്പറേച്ചർ കൂടും, കാറ്റടിക്കുമ്പോൾ എന്താണ്, ഈ ചൂടും കൊണ്ടാണ് പിന്നെ വിൻഡ് പോകുന്നത്. ആൻഡ് വെൻ എവറിത്തിങ് ദർ ഇസ് ടു ബേൺ ഹാസ് ബേൺഡ് ആൻഡ് ദ ഫയേഴ്സ് ഡൈ, സ്മോക്ക് വിൽ റൈസ്. അങ്ങനെ തീ പിടിച്ച് പുകയാകും. ആൻഡ് ദെൻ ഷട്ട് ഔട്ട് ദ സൺ. അതായത് അങ്ങനെ ഇരുട്ട് മാത്രമായിട്ട് മൂടും, അല്ലെങ്കിൽ പുക കൊണ്ട് മൂടും എന്നാണ് പറയുന്നത്. ദ എർത്ത് വിൽ ബി എൻവലപ്ഡ് ഇൻ ഡാർക്ക്നെസ്, ദ എർത്ത് വിൽ ബി കവേർഡ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ദർ വിൽ ബി നോ ഡേ. അതായത് സൂര്യനെ പോലും മറയ്ക്കുന്ന രീതിയിലുള്ള പുകയൊക്കെ അവിടെ ചുറ്റിനുമാകും. ഡേ, അതായത് പകല് കാണില്ല. എന്താണ് പകല് കാണില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇരുട്ടായിരിക്കും. ഈ പുകയും ഈ തീയും എല്ലാം കൊണ്ട് മൂടി, ടെമ്പറേച്ചർ എല്ലാം കൊണ്ടായി. ഓൺലി ഇന്റർമിനബിൾ നൈറ്റ്, അതായത് ഇരുട്ട് മൂടിയ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദെൻ ടെമ്പറേച്ചർ വിൽ ഡ്രോപ്പ്. പിന്നെ എന്താണ്, ടെമ്പറേച്ചർ നല്ലപോലെ കുറയും. പിന്നെ ബിലോ ഫ്രീസിംഗ് പോയിന്റ് ആവും. ന്യൂക്ലിയർ വിന്റർ വിൽ സെറ്റ് ഇൻ. അതായത് എന്താണ്, പിന്നെ വിന്റർ പോലത്തെ എക്സ്ട്രീം വിന്റർ ആയിട്ട് മാറും. വാട്ടർ എല്ലാം എന്തായിട്ട് മാറും, ടോക്സിക് ഐസ് ആയിട്ട് മാറും. കാരണം പോയിസണസ് വാട്ടർ ഇല്ല, അത് ടോക്സിക് ഐസ് ആയിട്ട് മാറും. പിന്നെ റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് വിൽ സീപ് ത്രൂ ദ എർത്ത് ആൻഡ് കണ്ടാമിനേറ്റ് ഗ്രൗണ്ട് വാട്ടർ. മാത്രമല്ല ഗ്രൗണ്ട് വാട്ടറിലെ വെള്ളം പോലും ചീത്തയാവും ആ റേഡിയേഷൻ പടർന്ന്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലിവിംഗ് തിങ്സ്, ആനിമൽസും വെജിറ്റബിൾസും ഫിഷും ഫൗളും, അതായത് ബേർഡ്സും എല്ലാം മരിക്കും. ഓൺലി റാറ്റ്സ് ആൻഡ് കോക്രോച്ചസ് വിൽ ബ്രീഡ്. അതായത് ഈ ഭൂമി ഇപ്പോൾ നമ്മളൊക്കെ ചത്തുപോയാലും ഈ കോക്രോച്ചസും റാറ്റ്സും മാത്രമേ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. അവർക്ക് എന്തോ ഇതിനെയൊക്കെ തടയാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ റാറ്റ്സും കോക്രോച്ചസും മാത്രമേ ബ്രീഡ് ചെയ്യൂ, അതായത് മാത്രമേ ലിവിംഗ് ആയിട്ട് കാണത്തുള്ളൂ. ആൻഡ് ദേ വിൽ മൾട്ടിപ്ലൈ ആൻഡ് കോമ്പീറ്റ് വിത്ത് ഫോറേജിംഗ് റിലിക്ട് ഹ്യൂമൻസ് ഫോർ വാട്ട് ലിറ്റിൽ ഫുഡ് ദർ ഈസ്. അതായത് ഈ റാറ്റ്സും കോക്രോച്ചസും ആയിരിക്കും പിന്നീട് അവിടെ കഷ്ടിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായിട്ട് ഫുഡിന് വേണ്ടി അടിയുണ്ടാക്കുന്നത്. അതായത് കുറച്ച് മനുഷ്യന്മാർ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഈ റാറ്റ്സും കോക്രോച്ചസും പിന്നെ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, ശേഷിക്കുന്ന കുറെ മനുഷ്യരുമായിട്ട്. വാട്ട് ഷാൽ വി ഡു ദെൻ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്. ഫോറേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ ഫുഡ് എന്നാണ്. ആൻഡ് വാട്ട് ഷാൽ വി ഡു ദെൻ ദോസ് ഓഫ് us who are still alive? നമ്മൾ കുറച്ച് പേര് മനുഷ്യർ ജീവനോടെ ഇരിപ്പുണ്ടായിരിക്കും ആ സമയത്ത്. അപ്പോൾ നമ്മൾ ആ മനുഷ്യർ എന്ത് ചെയ്യും? ബേൺഡ് ആൻഡ് ബ്ലൈൻഡ് ആൻഡ് ബോൾഡ് ആൻഡ് ഇൽ. അങ്ങനത്തുള്ള മനുഷ്യർ എങ്ങനെ ആയിരിക്കും? അവരുടെ തൊലിയൊക്കെ ബേൺ ചെയ്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണ് കാണാൻ വയ്യാത്തവരായി കാണും. ബോൾഡ്, അതായത് മുടിയൊന്നും കാണില്ല. ആൻഡ് ഇൽ, ഹെൽത്തി വൈസ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കുറെ ആളുകളായിരിക്കും പിന്നെ ശേഷിച്ച് ജീവിച്ചിരിക്കുന്നത്. ആൻഡ് ക്യാരിങ് ദ ക്യാൻസറസ് കാർക്കാസസ് ഓഫ് അവർ ചിൽഡ്രൻ ഇൻ അവർ ആംസ്, വേർ ഷാൽ വി ഗോ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിട്ട് മാറും? ക്യാൻസറസ് ആയിട്ട് മാറും.
പിന്നെ അതായത് ഒരുമാതിരി ഡെഡ് ബോഡി പോലെ ആവും. ആൻഡ് വേർ ഷാൽ വി ഗോ, നമ്മൾ എങ്ങോട്ട് പോകും എന്നാണ് ഇവർ ചോദിക്കുന്നത്. വാട്ട് ഷാൽ വി ഈറ്റ്, നമ്മൾ എന്ത് കഴിക്കും, കാരണം എന്താണ് ചുറ്റിനും ഫുൾ പോയിസൺ ആണ്. ആൻഡ് വാട്ട് ഷാൽ വി ഡ്രിങ്ക് ആൻഡ് വാട്ട് ഷാൽ വി ബ്രീത്ത്, എയറും പോയിസണസ് ആയി വാട്ടറും പോയിസണസ് ആയി, നമ്മൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ശ്വസിക്കും. ആൻഡ് ദി ഹെഡ് ഓഫ് ദി ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ് ഓഫ് ദ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഇൻ ബോംബെ ഹാസ് എ പ്ലാൻ. ഇതിനെല്ലാം നമ്മുടെ ബാർക്ക് എന്ന് പറയുന്ന നമ്മുടെ ഹോമി ബാബയുടെ ഒരു ഇതുണ്ട്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ട്. എന്താണ്, ഈ ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ തടയുന്നതിന്, ഈ ഒരു റേഡിയേഷൻ നെഗറ്റീവ് ഇഫക്റ്റിനെ തടയുന്നതിന് ഇവരുടെ ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് ആ പ്ലാൻ? ഹി ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യ കുഡ് സർവൈവ് ന്യൂക്ലിയർ വോർ. ഇപ്പോൾ എന്തെങ്കിലും ന്യൂക്ലിയർ വോർ സംഭവിച്ചാലും ഇന്ത്യക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ആൾ പറയുന്നത്. ഹിസ് അഡ്വൈസ് ഈസ് ദാറ്റ് ഈവൻ ഇൻ ദ ഇവന്റ് ഓഫ് ന്യൂക്ലിയർ വോർ വി ടേക്ക് the same safety measures as the ones that scientists have recommended in the event of accidents at nuclear plants. ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന അതേ സേഫ്റ്റി മെഷേഴ്സ് തന്നെയാണ് ന്യൂക്ലിയർ വോർ നടക്കുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ്. അതായത് അതേ മെഡിസിൻ തന്നെ ആയിരിക്കും ഇതിനു വന്ന്. എന്തൊക്കെയാണ് മെഡിസിൻ? ടേക്ക് അയഡിൻ പിൽസ്, ഹി സജസ്റ്റ്. അയഡിൻ പിൽസ് കഴിച്ചാൽ മതി, നമുക്ക് റേഡിയേഷൻ ഉണ്ടല്ലോ അതിനെ കുറച്ച് താഴ്ത്താം. അതായത് ഈ നമ്മുടെ തൈറോയിഡ് എന്ന് പറഞ്ഞ ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് അല്ലെ എന്താണ് ഈ റേഡിയേഷനെ പെട്ടെന്ന് തന്നെ എന്താ പറയാ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അയഡിൻ പില്ല് കഴിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. പിന്നെന്താണ് പറഞ്ഞത്? ആൻഡ് അതർ സ്റ്റെപ്സ് സച്ച് എസ് റിമൈനിങ് ഇൻഡോർസ്, അകത്ത് തന്നെ ഇരിക്കുക. കൺസ്യൂമിങ് ഓൺലി സ്റ്റോർഡ് വാട്ടർ, നേരത്തെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന വെള്ളം മാത്രം കുടിക്കുക. ആൻഡ് ഫുഡ് ആൻഡ് അവോയ്ഡിങ് മിൽക്ക് കുടിക്കാതിരിക്കുക. ഇൻഫൻസ് ഷുഡ് ബി ഗിവൺ പൗഡേർഡ് മിൽക്ക്, അതായത് പൗഡർ വെച്ച് കാച്ചുന്ന മിൽക്ക് മാത്രം കൊടുത്താൽ മതി ഇൻഫൻസിന് അല്ലെങ്കിൽ പിള്ളേർക്ക്. പീപ്പിൾ ഇൻ ദ ഡേഞ്ചർ സോൺ ഷുഡ് ഇമീഡിയറ്റ്ലി ഗോ ടു ദ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഇഫ് പോസിബിൾ ടു ദ ബേസ്മെന്റ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ബേസ്മെന്റിൽ പോയി ഒളിച്ചിരിക്കുക. അതായത് ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ സാധാരണ ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഇപ്പോൾ ന്യൂക്ലിയർ വോറൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ബേസ്മെന്റിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി ഇരിക്കുക. ആൻഡ് വാട്ട് യു ഡു വിത്ത് ദീസ് ലെവൽസ് ഓഫ് ലൂണസി. ഇപ്പം അരുന്ധതി റോയ് ചോദിക്കുവാണ്, ഇതൊക്കെ ഇങ്ങനത്തുള്ള വട്ട് സംസാരം അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കുറെ നോൺസെൻസിക്കൽ ആയിട്ടുള്ള സംസാരത്തിന് എന്താണ് എങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനത്തുള്ള ഒരു നോൺസെൻസിക്കൽ ആയിട്ടുള്ള ഒരു സംസാരത്തിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അത് റിയാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വിഡിതമായ എന്താണ് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞതെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് വാട്ട് യു ഡു ഇഫ് യു ആർ ട്രാപ്ഡ് ഇൻ ആൻ അസൈലം ആൻഡ് ഡോക്ടേഴ്സ് ആർ ഓൾ ഡേഞ്ചറസ്ലി ഡിറേഞ്ച്ഡ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അരുന്ധതി റോയ് കമ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളൊരു മെന്റൽ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ, നമ്മുടെ അസുഖം മാറാനാണ് അവിടെ വന്നത്, പക്ഷേ ഡോക്ടേഴ്സിനെല്ലാം വട്ടായി പോയി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇയാളുടെ ഒരു ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ഹെഡിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതാണെന്ന്. അയഡിൻ പിൽസ് ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കുടിച്ച് അവിടെ ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത് ഇദ്ദേഹം. അപ്പോൾ ഇഗ്നോർ ഇറ്റ്സ് ജസ്റ്റ് എ നോവലിസ്റ്റ് നൈവറ്റെ. ഇഗ്നോർ ഇറ്റ്സ് ജസ്റ്റ് എ നോവലിസ്റ്റ് നൈവറ്റെ. അങ്ങനെയായിരിക്കും ഇവർ പറയുന്നത്. ദേ വിൽ ടെൽ യു. അതായത് ഈ അരുന്ധതി റോയ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് റൈറ്റേഴ്സ് സംസാരിക്കുമല്ലോ ഈ ന്യൂക്ലിയർ വോറിനെതിരെ. അപ്പോൾ ഇവർ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, അവരെന്ത് മറുപടി ആയിരിക്കും, വിശദീകരണമായിരിക്കും നമുക്ക് തരുന്നത്? ദേ ആർ ജസ്റ്റ് വേർഡ്സ് ഓഫ് എ നോവലിസ്റ്റ്, അല്ലെ? നോവലിസ്റ്റ് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അത് ശരിക്കും ഇമാജിൻഡ് ആയിട്ട് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത ഓരോ കാര്യങ്ങൾ അവർ പറയുവാണ് അവരുടെ നോവൽസ് ഒക്കെ എഴുതുന്ന പോലെ. ദാറ്റ്സ് ജസ്റ്റ് നൈവറ്റെ എന്ന് വെച്ചാൽ എന്താണ്? വിസ്ഡം ഒന്നുമില്ല, അതായത് കൂടുതൽ ആലോചിക്കാതെ ചുമ്മാ കിടന്ന് പറയുന്ന ഓരോ കാര്യങ്ങളാണിത്. അങ്ങനെയായിരിക്കും അവർ തരുന്ന വിശദീകരണം നമ്മുടെ നാട്ടുകാർക്ക്. ദേ വിൽ ടെൽ യു. ആൻഡ് ഡൂം സ്റ്റേ പ്രൊഫറ്റ് ഹൈപ്പർബലെ, അതായത് എന്താണ് ചുമ്മാ ഇല്ല ഡൂം സ്റ്റേ പിന്നെ എന്താ പറയാ ഡൂം സ്റ്റേ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഈ മായൻ കലണ്ടർ പ്രകാരം ഏതോ ഒരു വർഷം 2020 ഏതോ ഒരു വർഷം അങ്ങനെ ആയിരുന്നു, ഡൂംസ്ഡേ ആണ്. അതായത് എന്താണ് വേൾഡ് എൻഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അതുപോലെയൊക്കെയാണ് ഈ നോവലിസ്റ്റുകളെന്നും അല്ലെങ്കിൽ ഈ റൈറ്റേഴ്സ് എന്നും നമ്മുടെ ഗവൺമെന്റ് പറയും. ഇറ്റ് വിൽ നെവർ കം ടു ദാറ്റ്. ദെയർ വിൽ ബി നോ വാർ. ന്യൂക്ലിയർ വെപ്പൺസ് ആർ അബൌട്ട് പീസ്, നോട്ട് വാർ. അപ്പൊ എന്താണ് അവരെന്താണ് പറയുന്നത്? അങ്ങനെ വാർ ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഡൂംസ്ഡേ ഒന്നും സംഭവിക്കില്ല. ദെയർ വിൽ നോട്ട് ബി എനി വാർ എന്നാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ അങ്ങനെയാണ്. എല്ലാ ഗവൺമെന്റ്സ് എന്താണ് പറയുന്നത്? വാർ ഒന്നും നടക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വെക്കത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാൾ എന്താ പറയുന്നത്? ഇറ്റ് വിൽ നെവർ കം ടു ദാറ്റ്. അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഗവൺമെന്റ് നടന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ കൺട്രിയിൽ ആളുകൾ ഒഫീഷ്യൽസ് എന്താണ് മറുപടി വരുന്നത്? ഒരു വിശദീകരണം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താണ്? ദെർ വിൽ നോട്ട് ബി എനി വാർ. ന്യൂക്ലിയർ വാർ ഒന്നും സംഭവിക്കില്ല. ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞിട്ട് ഇസ് അബൌട്ട് പീസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് വാർ. ആൻഡ് ഡിറ്ററൻസ് ഇസ് എ ബസ് വേർഡ് ഓഫ് ദ പീപ്പിൾ ഹു ലൈക്ക് ടു തിങ്ക് ഓഫ് ദംസെൽസ് ആസ് ഹോക്സ്. നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ഡിറ്ററൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം. ഡിറ്ററൻസ് എന്ന് പറയുന്ന ഈസ് എ ബസ് വേർഡ് ഓഫ് ദ പീപ്പിൾ ഹു ലൈക്ക് ടു തിങ്ക് ഓഫ് ദംസെൽസ് ആസ് ഹോക്സ്. അതായത് ഇപ്പം നമ്മപ്പം എന്തായാലും ഒഫീഷ്യൽസ് പറയത്തില്ല ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയത് വാറിന് വേണ്ടിയാണെന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനെ വരട്ടാൻ വേണ്ടിയാണെന്ന്. ഒഫീഷ്യൽസ് ഡയറക്ട്ലി അല്ലെങ്കിൽ അവർ പറയില്ല. പക്ഷെ എന്തായിരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ഈ ഒഫീഷ്യൽസിനെ ഹോക്സ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. HWKS. ഹോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു തന്ത്രശാലി എന്നുള്ള രീതിയിൽ. ഹോക്ക് തന്ത്രശാലി എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് ഹോക്ക് എന്ന് പറയുന്നത്. തന്ത്രശാലികൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇവര്. അപ്പൊ അവരെന്താണ് ഒരിക്കലും പറയില്ല ഈ വാർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്ന വാറിന് വേണ്ടി ആണെന്ന്. അതായത് അരുന്ധതി റോയ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും അവരൊരു എന്താ പറയുക കുറെ കള്ള ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നവരാണ്. അങ്ങനെയാണ് അരുന്ധതി റോയ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിറ്ററൻസ് എന്ന് പറഞ്ഞ പോക്ക് എന്താണ്? വാക്കെന്ന് വെച്ചാൽ പ്രതിരോധം. അപ്പോൾ പ്രതിരോധത്തിനാണ്, അതായത് നമ്മുടെ കൺട്രിയെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ സെറ്റാക്കിയെന്നാണ് നമുക്ക് തരുന്ന വിശദീകരണം. അതായത് വാറിന് വേണ്ടിയല്ല, ശരിക്കും നമ്മുടെ രാജ്യത്തിനെ ഒന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രതിരോധത്തിന് വേണ്ടിയാണ്, പ്രതിരോധത്തിനെടുത്ത ഒരു മെഷറാണ് ഈ ഒരു ന്യൂക്ലിയർ വാർ എന്നാണ് നമുക്ക് തരുന്ന ആ ഒരു ഐഡിയ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽസ്. നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല
അമേരിക്കയിലുള്ളവരും അമേരിക്കയൊക്കെ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ കൺട്രീസ് വരുന്ന ഒരു എന്താ പറയുക കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ എന്താണ്, പ്രതിരോധത്തിന് വേണ്ടി മാത്രം എടുത്തൊരു സംഭവമാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നത്, നമുക്ക് തരുന്നത്. അങ്ങനെയാണ് ഈ ഹോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്, ഒരു തന്ത്രശാലികളായ ആളുകൾ, അതായത് ഈ പൊളിറ്റീഷ്യൻസിന് ഒരു പൊളിറ്റിക്കൽ വേർഡ്, അതൊരു പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു വേർഡാണ്. ഹോക്ക് എന്ന് വെച്ചാൽ ബേർഡാണ്, അതറിയാമല്ലോ നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ തന്ത്രശാലിയായ എന്നുള്ളൊരു മീനിങ്. അപ്പം ഈ ഡിറ്ററൻസ് എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ടാണ് നമ്മളെ ശരിക്കും ആളുകൾ കളിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഹോക്ക് എന്ന് വെച്ചാൽ എന്താ മീനിങ്, നൈസ് ബേർഡ്സ് ആണ്, ദോസ് കൂൾ സ്റ്റൈലിഷ് പ്രിഡേറ്ററി ബേർഡ്സ് ആണ് ഹോക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അരുന്ധതി റോയ് മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് എന്താണ് അടുത്ത് പറയുന്നത്, പിറ്റി ദെയർ വോണ്ട് ബി മെനി ഓഫ് ദം അറൗണ്ട് ആഫ്റ്റർ ദ വാർ. എക്സ്റ്റിങ്ഷൻ ഈസ് എ വേർഡ് വി മസ്റ്റ് ട്രൈ ടു ഗെറ്റ് യൂസ് ടു. അതായത് ഒരു ന്യൂക്ലിയർ വാർ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോക്ക് പോയിട്ട് ഒരു എന്താണ് ഈ പിന്നെ ഹോക്ക് എന്ന് പറഞ്ഞ ബേർഡ് പോലും നമുക്ക് കാണത്തില്ല, അതെല്ലാം എന്തായി മാറും, എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ട് മാറും. അതൊക്കെ വംശനാശം വന്നു പോകും, അല്ലെങ്കിൽ അതൊക്കെ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീങ്ങിപ്പോകും. അതായത് ഒരു വാർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആരും ഒന്നും വിശദീകരണത്തിന് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അരുന്ധതി റോയ് പറയുന്നത്. ഹോക്കിനെ പോലെയാണ് ഈ പൊളിറ്റീഷ്യൻസിനെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലുള്ള ഒഫീഷ്യൽസിനെ കമ്പയർ ചെയ്തേക്കുന്നത് അരുന്ധതി റോയ്. പറയുകയാണ് ഒരു ന്യൂക്ലിയർ വാർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരെണ്ണത്തിന്റെയും പൊടി പോലും കാണത്തില്ല. അതായത് ഹോക്ക് ആയിട്ട് അതെല്ലാം എന്താണ് ഈ ന്യൂക്ലിയർ വാർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റേഡിയേഷൻ കൊണ്ടും ഇതെല്ലാം കൊണ്ടും ഹോക്ക് പോയിട്ട് ഒരു കാക്ക പോലും ഇവിടെയെങ്കിലും കാണില്ല, ആകാശത്തൊന്നും കാണില്ല. പിന്നെ എക്സ്റ്റിങ്ഷൻ ആണ്, എല്ലാ ബേർഡ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ എന്താണ് എക്സ്റ്റിങ്ഷൻ ആണ്, അല്ലെങ്കിൽ വംശനാശം, അല്ലെങ്കിൽ എന്താണ് അതങ്ങ് തുടച്ചു നീക്കപ്പെടും. സോ ആൻഡ് ഡിറ്ററൻസ് ഇസ് എൻ ഓൾഡ് തീസിസ് ദാറ്റ് ഹാസ് ബീൻ റിസറക്റ്റഡ് ആൻഡ് ഇസ് ബീങ് റീസൈക്കിൾഡ് വിത്ത് ആഡഡ് ലോക്കൽ ഫ്ലേവർ. ഈ ഡിറ്ററൻസ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, അതായത് പ്രതിരോധം എന്ന് പറഞ്ഞ വേർഡ്, അവിടെ ഇവിടെ എന്താണ് ഇവരെന്ത് പറഞ്ഞാലും എന്താണ് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്തു, അങ്ങനെ ഇങ്ങനെയാണ് ഓരോ മെഷേഴ്സ് എടുത്തു എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം പാകിസ്ഥാനായിട്ടുള്ള ഒരു കൊട്ടാണ്, പാകിസ്ഥാനെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയത്. അതാണ് അതിന്റെ ഒരു ഹിഡൻ മീനിങ്. പക്ഷെ അതാരും പുറത്തു പറയില്ലല്ലോ. അപ്പൊ പാകിസ്ഥാൻ ഇപ്പം ദേഷ്യമാവത്തില്ലേ എന്ന് വെച്ചാൽ അപ്പൊ അവരും പിന്നെ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് സീക്രട്ട് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ പോലും അറിയാതെയാണ് ബേനസീർ ഭുട്ടോയുടെ സമയത്താണെന്ന് തോന്നുന്നു ഫസ്റ്റ് നമ്മുടെ 1974 ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നമ്മൾ നടത്തിയത്. അത് കഴിഞ്ഞ് നവാസ് ഷെരീഫിന്റെ ടൈമിലാണ് സെക്കൻഡ് പൊക്രാൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ പറയുവാണ് അവരെ ശരിക്കും പറഞ്ഞ് ചെറുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഇറക്കിയത്. പക്ഷേ അപ്പൊ ഈ ഡിറ്ററൻസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പ്രതിരോധം എന്നുള്ള വാക്ക് വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽസിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം ഇപ്പൊ അങ്ങനെയാണ്. അതായത് ലോക്കൽ ഫ്ലേവർ ഒക്കെ, അതായത് ഓരോരുത്തരും ഈ പ്രതിരോധം എന്നുള്ള വേർഡിനെ അവർക്ക് വേണ്ടി മാറ്റി മീനിങ്സ് ആക്കി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു പ്രതിരോധം എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം അതിനെ അങ്ങ് വളച്ചൊടിക്കപ്പെടും. അങ്ങനത്തുള്ള വാക്കായി മാറിയിരിക്കുന്നു ഇപ്പൊ പ്രതിരോധം എന്നുള്ളത്. അതായത് എന്തിനും ആളുകൾ എന്താണ് പറയുന്നത്, പ്രതിരോധത്തിനാണെന്ന് പറഞ്ഞ് ഓരോ ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പൊ ഡിറ്ററൻസ് എന്നുള്ള വാക്കെന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് അതൊരു വേറൊരു ടൈപ്പ് മീനിങ് ആയി മാറിയിരിക്കുന്നത്. അതായത് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മീനിങ്സ് എന്ന് പറയുന്നത് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ലോക്കൽ ഫ്ലേവർ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ആ വേർഡിനെ കീറി മുറിച്ച് റീസറക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് പല രീതിയിലും പല ഭാവങ്ങളിലുമാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് ന്യൂക്ലിയർ വാർ കൊണ്ടത് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പ്രതിരോധത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അപ്പൊ ആ വാക്കിന് തന്നെ അതിന്റെ ഒരു മീനിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. And the theory of deterrence cornered the credit for having prevented the Cold War from turning into a Third World War. അതായത് അത് മിസ് അടുത്ത ഓഡിയോയിൽ പറഞ്ഞുതരാവേ. So the theory of deterrence cornered the credit for having prevented the Cold War from turning into a Third World War. അപ്പോൾ കോൾഡ് വാർ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും US തമ്മിലുള്ള ഒരു വാറാണ്. സോവിയറ്റ് യൂണിയനും പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകളും കുറെ കൺട്രീസും പിന്നെ US തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് കോൾഡ് വാർ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർ എന്ന് പറഞ്ഞ സംഭവം അവിടെ നടന്നിട്ടില്ല. അല്ലെ, വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ് ഈ പറച്ചിലുള്ള വാറേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പൊ ഞങ്ങൾ പ്രശ്നമാക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വാർ നടത്തും എന്ന് പറഞ്ഞു. കാരണം രണ്ടുപേരുടെയും സൈഡിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞാണ് ഇപ്പൊ രണ്ടുപേരുടെയും സൈഡിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് അതായത് ഈ ഒരു വാർ തടയാൻ വേണ്ടി കുറെ ആളുകൾ ശ്രമിച്ചു. അതായത് പിന്നെ സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേറ്റഡ് ആയപ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ അകത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ അകത്ത് തന്നെ ഇന്റേണലി പ്രോബ്ലംസ് ഒക്കെ ആയി ആ ഒരു സപ്പോർട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് രണ്ട് രാജ്യങ്ങളും കൂടെ തീരുമാനിക്കുമായിരുന്നു ഇതെന്താണ് വേണ്ടാന്നുള്ള രീതിയിൽ. അതാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞങ്ങൾ വഴക്കുണ്ടാക്കും, ഇപ്പൊ ബഹളം ഉണ്ടാക്കും, ത്രൂ വേർഡ്സിലൂടെ ആയിരുന്നു. അതായത് ഒരു വാർ നടന്നില്ല, അവിടെ ഹാപ്പൻ ചെയ്തില്ല, പക്ഷെ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടുപേരുടെയും കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്കി പല രാജ്യങ്ങളും കൂടെ ഇടപെട്ട് അതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്, അതൊന്നും മിസ് പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. കോൾഡ് വാറിനെ ശരിക്കും പ്രിവെന്റ് ചെയ്തു ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടല്ലോ അത് കൊണ്ടുണ്ട്. അതായത് ഈ രണ്ട് രാജ്യങ്ങളും കൂടെ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമാകുന്നത്. അതായത് ലോകം മൊത്തം അവസാനിക്കാനും അതൊക്കെ മതി. അതായത് ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പം ഇവരെ അങ്ങ് ഒതുക്കി തീർത്തതും ഈ പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞാണ്. അതായത് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാറും നടക്കാതെ പോയത്. അപ്പൊ ഞാൻ പറയുവാണ്, അതായത് ഈ കോൾഡ് വാർ വേറൊരു തേർഡ് വേൾഡ് വാർ ആവാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞും ഈ ന്യൂക്ലിയർ വെപ്പൺസ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനും ഒക്കെയാണ്. അപ്പൊ അതല്ല, ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ലല്ലോ നാശം ഉണ്ടാക്കുന്നത്, മൊത്തത്തിലല്ലേ ബാധിക്കുന്നത്. സോ ദ ഓൺലി ഇമ്മ്യൂട്ടബിൾ ഫാക്ട് അബൌട്ട് ദ തേർഡ് വേൾഡ് വാർ ഈസ് ദാറ്റ് ഇഫ് there is going to be one, it will be fought after the second world war. In other words, there is no fixed schedule. In other words, we still have time. അതായത് നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ഇപ്പൊ ഈ ആളുകളെല്ലാം, അതായത് ഓൾമോസ്റ്റ് ഓൾ ദ കൺട്രീസ് അല്ല, കുറച്ച് രാജ്യങ്ങളിലാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന ഈ സംഭവം കയ്യിലുള്ളത് ഇപ്പം. അപ്പോൾ
പിന്നെ ഇപ്പൊ ഇന്ത്യക്കും ആയി ഈ സംഭവം. അപ്പൊ പറയുവാണ്, അരുന്ധതി റോയ് പറയുവാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഒരു കോൾഡ് വാർ അല്ലെങ്കിൽ ഒരു വേൾഡ് വാർ 3 സംഭവിക്കാം. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഈ രാജ്യങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടാകുമ്പോൾ ഇതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാം. അപ്പൊ അവർ ആ വോർ ഈ ഒരു പ്രയോഗിക്കുന്ന സമയത്ത് എന്താണ്, ഇവർ ആ എനിമീസിനെ മാത്രം ലക്ഷ്യം വിട്ടായിരിക്കും ഇടുന്നത്, പക്ഷെ അത് മൊത്തത്തിലായിരിക്കും ബാധിക്കുന്നത്. അപ്പം അരുന്ധതി റോയ് പറയുവാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ആവാം. അതിനൊരു ഫിക്സഡ് സ്കെഡ്യൂളോ അല്ലെങ്കിൽ ഡേറ്റോ ടൈമോ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു വേൾഡ് വാർ 3 അല്ലെങ്കിൽ ഒരു ഇത് സംഭവിക്കാം. അപ്പം ആളുകൾ എന്താണ്, അപ്പൊ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഈ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ അല്ല എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ഇത് കയ്യിലുള്ളത് കൊണ്ട് ആളുകൾക്ക് ഒരു ടെൻഡൻസി കൂടും എന്താണ് ഈ ഒരു വാർ നടത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് എന്താണ്, വേൾഡ് വാർ 3 എന്ന് പറയുന്നത് അതിനൊരു ഫിക്സഡ് സ്കെഡ്യൂളോ ഒന്നുമില്ല, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇനിയുമുണ്ട് ടൈം. ആൻഡ് പെർഹാപ്സ് ദ തേർഡ് വേൾഡ് വാർ ഇസ് പ്രഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്റ്റഡ്. തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് എന്താണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താണ് അതിന്റെ ഒരു യൂസേജ്, അല്ലെങ്കിൽ പണ്ണെന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഹാപ്പൻ ചെയ്യാം. അതായത് ഒരു സംഭവം എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നതിനെ ഈ തേർഡ് വേൾഡ് വാർ എന്നുള്ള യൂസേജ് കൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സിറ്റുവേഷനോ ഇപ്പൊ തേർഡ് വേൾഡ് വാർ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ, മൂന്നാം ലോക മഹായുദ്ധമായിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെട്ടേനെ എന്നൊക്കെ നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്ത് പറയത്തില്ലേ. അപ്പൊ എന്താ മീനിങ്, ആ ഒരു തേർഡ് വേൾഡ് വാർ എന്നുള്ളൊരു വേർഡ് ഇപ്പൊ അതിന് അങ്ങനത്തുള്ള പല യൂസേജസ് ആയിട്ട് മാറിയിരിക്കുന്നു അല്ലെ അതിനും. അപ്പൊ പറയുവാണ് ഈ എന്തായാലും അതായത് എന്താ അതിന്റെ മീനിങ്, എപ്പോൾ വേണമെങ്കിലും ഒരു വാർ സ്റ്റാർട്ട് ചെയ്യാം, അതിനെയാണ് തേർഡ് വേൾഡ് വാർ എന്ന് നമ്മൾ ശരിക്കും പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു വഴക്ക് നടന്നാലോ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നത്, ഒരു വേൾഡ് വാർ 3 തന്നെയായിരുന്നു നടക്കേണ്ടതായിരുന്നു, അത് എന്തോ ഭാഗ്യത്തിന് അങ്ങ് നിന്നെയാന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങ് തടഞ്ഞ് എന്തോ നിർത്തിയതാണ്. അതായത് നമ്മളിപ്പം ആളുകൾ തമ്മിൽ വഴക്കൂടുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അതൊരു യൂസേജ് ആയിട്ട് മാറിയിരിക്കുകയാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. കാരണം എന്താണ്, വേൾഡ് വാർ 3 എന്ന് പറഞ്ഞ സംഭവം എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എപ്പോൾ വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫിക്സഡ് ടൈം ഇല്ല എന്നാണെങ്കിൽ നമ്മളെപ്പോഴും അതിന് വേൾഡ് വാർ 3 എന്നാണ് അങ്ങനെ ഒരു യൂസേജ് കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് പറയുന്നത്. True, the Cold War is over, but let's not be hoodwinked by the 10-year lull in nuclear posturing. And it was just a cruel joke. It was only in remission. അതായത് ഇപ്പം എന്തായാലും കോൾഡ് വാർ 3 കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ വാർ സോവിയറ്റ് യൂണിയനും നമ്മുടെ അമേരിക്കൻ തമ്മിലുള്ള വാർ എന്ന് പറയുന്നത് അങ്ങ് തീർന്നു. പക്ഷേ നമ്മൾ അധികം ഇങ്ങനെ ആശ്വസിച്ചിരിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ഇറ്റ് വാസ് ജസ്റ്റ് എ ക്രൂവൽ ജോക്ക്, ഇറ്റ് വാസ് ഓൺലി ഇൻ റെമിഷൻ, ഇറ്റ് വാസ് നോട്ട് ക്യൂർഡ്. അതായത് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ആ വാർ തീർന്നു കാണുമായിരിക്കും, പക്ഷേ ആളുകളൊക്കെ ഈ മിണ്ടാതെയും പതുങ്ങി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന എന്താണ്, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന എന്താണ്, കോൾഡ് വാർ തീർന്നു എന്ന് പറഞ്ഞാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഒരു വാർ പൊട്ടി പുറപ്പെടാം. ആൻഡ് ദെൻ നമ്മൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, ലള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ. ഈ ഒരു ഇന്റർവെൽ നമ്മൾ വിചാരിച്ചേക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോൾഡ് വാർ തീർന്നിട്ട് ഇപ്പം വരെയുള്ള ഡേറ്റിൽ അല്ലെങ്കിൽ ഇപ്പം വരെയുള്ള വർഷങ്ങൾ നമ്മൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഇനി ഒരു വാർ ഉണ്ടാവില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ മണ്ടത്തരമാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ഈ ഒരു ഇന്റർവെല്ലിൽ എന്താണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖമുണ്ട്, അത് ശരിക്കും ക്യൂർ ആയിട്ടില്ല, അതിങ്ങനെ പതുങ്ങിയിരിക്കുവാണെന്നാണ് അതിനെ ഈ വാറായിട്ട് കമ്പയർ ചെയ്തു നമ്മുടെ അരുന്ധതി റോയ്. അതായത് കോൾഡ് വാർ അല്ലെങ്കിൽ ഏത് വാർ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടില്ല, അത് ഇപ്പോഴും ഉണ്ട്, ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് അമേരിക്കയും മറ്റേ നോർത്ത് കൊറിയ ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇറാഖുമായിട്ടുള്ള പ്രശ്നമൊക്കെ, അതെന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നമൊക്കെ എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ, അതിൽ എന്താണ് ക്യൂർ ആയോ, അത് ഇല്ല. അതിങ്ങനെ പതുങ്ങി ഇങ്ങനെ എന്താണ് നമ്മൾ അമിക്കി വെച്ചേക്കുവാണ്, നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുകയാണ് ഈ ഒരു പ്രശ്നങ്ങൾ. അത് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പണൊക്കെ അപ്പോഴേ യൂസ് ചെയ്യും കൺട്രീസ് എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതിനാണ് എന്നെ പോലുള്ള എഴുത്തുകാരും ആളുകളും എൻവയോൺമെന്റലിസ്റ്റും ഒക്കെ ഇപ്പോഴേ കടന്ന് വായിട്ടളിക്കുന്നത് എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. നമ്മൾ മണ്ടന്മാർ വിശ്വസിച്ചിരിക്കും എന്താണ്, കോൾഡ് വാർ എല്ലാം തീർന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് നോട്ട് ക്യൂർഡ്, അതൊരു ക്യൂർഡ് ഡിസീസ് അല്ല. കാരണം എന്താണ്, അത് ഇങ്ങനെ പതുങ്ങിയിരിക്കുവാണ്, ലെസ് ഇന്റൻസ് ആയിട്ടിരിക്കുവാണ്. റെമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലെസ് ഇന്റൻസ്, അത് ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുവാണെന്നേ ഉള്ളൂ, അത് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും. ആൻഡ് ആഫ്റ്റർ ഓൾ, വാട്ട് ഇസ് 10 years in the history of the world? Here it is again the disease, more widespread. അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നതായിരുന്നു കോൾഡ് വാറിന്റെ സമയത്ത് പറഞ്ഞിരുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അത് പേടിച്ചിട്ടാണ് ബാക്കി എല്ലാ കൺട്രീസുകളുടെ കൂടെ നിന്ന് അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒതുക്കി തീർത്തത്. പിന്നെ സോവിയറ്റ് യൂണിയനൊക്കെ തകർന്നപ്പോഴാണ് ഇതങ്ങ് നിന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സപ്പോർട്ടൊക്കെ പോയപ്പോഴാണ് ഇതങ്ങ് തീർന്നെന്ന് പറയാൻ പറ്റില്ല, ഒതുങ്ങിയത്. പക്ഷേ ദാണ്ട് അരുന്ധതി റോയ് പറയുവാണ്, ദാണ്ട് ഇപ്പോഴും തുടങ്ങിയല്ലോ ആളുകൾ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞ് ദാണ്ട് ഓരോ കൺട്രീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ദാണ്ട് നമ്മുടെ ഇന്ത്യയും തുടങ്ങി. അതാണ് ആ ഡിസീസ് ദാണ്ട് വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ന്യൂക്ലിയർ വെപ്പന്റെ ഈ ഒരു കാര്യം. അതിനാണ് ഡിസീസ് എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് പിന്നെന്താണ്, no more widespread and less amenable to any sort of treatment than ever. And no, the theory of deterrence has some fundamental flaws. അതായത് നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ഈ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഉണ്ടാക്കാനുണ്ടല്ലോ, അതായത് ഈ ടെസ്റ്റ് എന്താണ് ന്യൂക്ലിയർ ഓരോ രാജ്യങ്ങളായിട്ട് ഇത് തന്നെ ചെയ്തോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞപ്പോൾ ഇനി വേറെ ആരെങ്കിലും ഒക്കെ തുടങ്ങും, ചിലപ്പോൾ പാകിസ്ഥാൻ വേണമെങ്കിൽ തുടങ്ങാം. അപ്പൊ പറയുവാണ് ഇത് ശരിക്കും വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോർട്ട് ഓഫ് കാര്യം, ഈ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം. ഓരോ കൺട്രീസ് ആയിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായാൽ, അപ്പൊ വാർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പെശകം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിരിക്കട്ടെ ഈ ന്യൂക്ലിയർ പ്ലാന്റിൽ തന്നെ, എന്തെങ്കിലും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ വെച്ചേക്കുന്ന സ്ഥലത്തിൽ അപകടം ഉണ്ടായിരിക്കട്ടെ, വാർ തന്നെ വേണമെന്നില്ല. ഇങ്ങനെ ഓരോ കൺട്രീസും ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായി എന്തൊക്കെ സത്യത്തിൽ ആരെയാണ് അഫക്ട് ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സിനെയാണ്. ഒരു ആ സമയത്ത് ബോർഡറും ബൗണ്ടറിയും ഡിവിഷനും ഒന്നും കാണത്തില്ല, മൊത്തത്തിലാണ് ഇത് അഫക്റ്റഡ് ആവുന്നതെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്.
ആൻഡ് ദിസ് തിയറി ഓഫ് ഡിറ്ററൻസ്, അതായത് ഈ പ്രതിരോധത്തിന്റെ ഈ ഒരു തിയറി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒഫീഷ്യൽസ് വെച്ചേക്കുന്ന ഒരു തിയറി, എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ഒരു കുറെ ഐഡിയാസ് തിയറീസ് ഉണ്ടല്ലോ, അവർ വളച്ചൊടിച്ച് വെച്ചേക്കുന്ന കുറെ കാര്യങ്ങൾ പ്രതിരോധത്തിന്റെ പേരിൽ, അതിന് ശരിക്കും കുറെ കുറവുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെന്നാണ്, കാര്യമായ ഫണ്ടമെന്റൽ ഫ്ലോസ് ഉണ്ടെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ഈ തിയറി ഓഫ് ഡിറ്ററൻസ്, അതായത് ഈ പ്രതിരോധത്തിന്റെ കുറെ തിയറികൾ നമ്മുടെ ഒഫീഷ്യൽസും ബ്യൂറോക്രസിയിലുള്ള ആളുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്താണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ തെറ്റുകൾ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. താഴോട്ട് എന്തൊക്കെയാണ് കുറ്റങ്ങൾ, തെറ്റുകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ എന്ന് വെച്ചാൽ കുറവുകൾ. ഫ്ലോ നമ്പർ 1 ഈസ് ദാറ്റ് ഇറ്റ് പ്രിസ്യൂംസ് എ കംപ്ലീറ്റ് സോഫിസ്റ്റിക്കേറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി psychology of your enemy. It assumes that what deters you will deter them. What about those who are not deterred by that? The suicide bomber psych. The we will take you with a school is that an outlandish thought. How did Rajiv Gandhi die? അപ്പൊ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തിനാണ് നമ്മള് ഹിഡൻ മീനിങ് എന്താണ്? നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഒക്കെ നടത്തിയത് പാകിസ്ഥാനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി. പാകിസ്ഥാനെ നമുക്ക് ആ ഒരു എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ വരട്ടാൻ വേണ്ടിയാണ് ശരിക്കും പറയുന്നത്. വെച്ചാൽ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, നമ്മളുമായിട്ട് പ്രശ്നത്തിൽ വന്നാൽ ഞങ്ങൾ ഇതെടുത്ത് ഉപയോഗിക്കും എന്നാണ് ഇൻഡയറക്ട്ലി ഇവിടെ പറഞ്ഞേക്കുന്നത്. അതാ ഇൻഡയറക്ട്ലി കാണിച്ചാണ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ്. പാകിസ്ഥാൻ അപ്പോൾ മൈൻഡിൽ ഒരു ഇത് കാണും, അയ്യോ വേണ്ട എന്നുള്ള. സാധാരണ മനുഷ്യൻ എങ്ങനെ ആയിരിക്കും? അപ്പോൾ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് ഒതുങ്ങുന്നവരാണ്. പക്ഷേ ചില ആളുകളുണ്ട്, ആഹാ നിന്റെ കയ്യിൽ അതുണ്ടെങ്കിൽ എന്നാൽ പിന്നെ എന്റെ കയ്യിലുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് അതെടുത്ത് പ്രയോഗിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളുണ്ടല്ലോ. അതായത് അവരെയൊക്കെ എന്താ പറയുന്നത്? സൂയിസൈഡ് ബോംബേഴ്സ് എന്നാണ്. സൂയിസൈഡ് ബോംബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ബോംബും കെട്ടി ശരീരത്തിൽ നടക്കുന്ന കുറെ ആളുകളുണ്ട്. രാജീവ് ഗാന്ധി എങ്ങനെ മരിച്ചത്? എന്താണ് അവിടെ എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയുടെ അടുത്ത് പോയി ഒരു ബോംബ് ദേഹത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങ് പോയി പൊട്ടിത്തെറിച്ചാണ്. അപ്പോ പിന്നെ അതായത് അങ്ങനെ ജീവൻ കൊടുത്തും ചാവാൻ റെഡി ആയിട്ടിരിക്കുന്ന ഈ ചാവേറുകൾ ഉണ്ടല്ലോ, അതായത് സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ട്. അതായത് അങ്ങനെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ ബോംബ് വെച്ച് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരെ പോലുള്ള ആളുകളൊന്നും വരട്ടാനൊന്നും പറ്റില്ലെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അതായത് പ്രതിരോധം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുമായിരിക്കും, വരട്ടി ഇരിക്കുമായിരിക്കും. അപ്പൊ സാധാരണ ആളുകൾ എങ്ങനെ ആയിരിക്കും? അയ്യോ വേണ്ട, ആ പ്രശ്നത്തിന് പോകണ്ട, കാരണം അവരുടെ കയ്യിൽ വലിയ എന്തോ വെപ്പണുണ്ട് എന്നും പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ആളുകളും ഉണ്ട്. എന്നാൽ ആഹാ എന്നാ പിന്നെ വാടാ, ഞാനും കൂടെ എനിക്കും പിന്നെ എന്താ ന്യൂക്ലിയർ വെപ്പണൊക്കെ എടുക്കാൻ അറിയാം, എന്നാ പിന്നെ ഞാനും ഇട്ട് പ്രയോഗിക്കാൻ പോകുക എന്ന് പറഞ്ഞ ആളുകൾ, അതായത് ചാവാൻ വരെ റെഡിയായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരട്ടലും അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഒന്നും നടക്കത്തില്ലെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇവർ പറഞ്ഞേക്കുന്ന ഈ ഒരു തിയറി ഉണ്ടല്ലോ, നമ്മുടെ പ്രതിരോധത്തിന്റെ ഈ തിയറി, അത് വാറിന് വേണ്ടിയൊന്നും അല്ല, നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണ് എടുത്തു വെച്ചേക്കുന്നത്. ഈ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് വാറിന് വേണ്ടി യൂസ് ചെയ്യില്ല, അത് ജസ്റ്റ് ഒന്ന് പ്രതിരോധത്തിന് അല്ലെങ്കിൽ എന്താണ് വരട്ടാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുന്ന ഈ ഒരു തിയറി ഉണ്ടല്ലോ, ആ സമയത്ത് ഇതൊന്നും വില പോകത്തില്ലെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ചാവാൻ വേണ്ടി നടക്കുന്ന മനുഷ്യന്മാർ എല്ലായിടത്തും ഉണ്ട്. അവരാരെങ്കിലും വന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അവസാനം മൊത്തത്തിലാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തിയറി ഇവിടെ പോകത്തില്ല. എങ്ങനെയാണ് രാജീവ് ഗാന്ധി മരിച്ചതെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് ചോദിക്കുന്നത്. ഒരാള് ചാവാൻ വേണ്ടി റെഡിയായി പോയി അടുത്ത് നിന്നപ്പോഴാണ് പിന്നെ എല്ലാവരും കുറെ രാജീവ് ഗാന്ധി അടക്കം അവിടെ ഉണ്ടായിരുന്ന കുറെ പേരാണ് ചത്തത്. അപ്പൊ അതാണ് പറയുന്നത്. ഇൻ എനി കേസ് ഹൂ ഇസ് ദ യു ആൻഡ് ഹൂ ഇസ് ദ എനിമി. അതായത് ഏത് കേസിലാണെങ്കിലും യു എന്നോ എനിമിന്നോ ഒന്നും ഇല്ല. പൊട്ടുവാണെങ്കിൽ ഒരുമിച്ചായിരിക്കും പൊട്ടുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത് ആളുകൾ. ഇപ്പൊ രണ്ട് കൺട്രീസ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇന്ത്യ കൊണ്ടിട്ടാലും കുറെ ഭാഗം പാകിസ്ഥാനെയും പോകും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്, ഇന്ത്യ ഉള്ള ആളുകൾ മാത്രമല്ല ചാവുന്നത്, അവിടെയുള്ള സോൾജേഴ്സും പാകിസ്ഥാനിലെ സോൾജേഴ്സും എവിടെയാണ് ഇടുന്നത് അവിടെയുള്ള ഭാഗം മൊത്തം എഫക്ട് ചെയ്യും. അതായത് ഒരു എന്താണ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇതിന്റെ റേഡിയേഷൻ ഇഫക്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ആ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മതി, അതങ്ങ് ആകാശം വരെ ഉയർന്നു നിൽക്കുന്നില്ല, ഹിരോഷിമ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ല, ആകാശം വരെ അങ്ങ് പോയേക്കും അതിന്റെ പുക അടിച്ച്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ റേഡിയേഷൻ എങ്ങ് മാത്രം. അപ്പൊ പാകിസ്ഥാനിലായാലും എവിടെ ആയാലും ഒരു ബോംബിട്ട് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലാണ് പോകുന്നത്. അല്ലാതെ ഇന്നൊരു സ്ഥലത്ത് മാത്രം ബോംബിട്ട് അവിടെ മാത്രമേ നശിക്കൂ എന്നൊന്നും ഇല്ല. രണ്ട് സൈഡിലുള്ള ആളുകൾ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് യു എന്നോ എനിമിന്നോ പിന്നെ എന്താണ് അങ്ങനെ എന്നുള്ള ഒരു വേർതിരിവോ ഡിവിഷനോ ഒന്നും ഇല്ലെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ബോത്ത് ആർ ഓൺലി ഗവൺമെന്റ്സ് ആൻഡ് ഗവൺമെന്റ് ചേഞ്ച്. അപ്പൊ പറയുവാണ് അരുന്ധതി റോയ് പറയുവാണ് ഇതെല്ലാം ഗവൺമെന്റിന്റെ കുറ്റം തന്നെയാണ്. നമ്മളെ ഭരിക്കുന്നതായാലും അവരെ ഭരിക്കുന്നതായാലും കുറെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ കുറെ ആളുകളാണ്. ഗവൺമെന്റ്സ് വന്നും പോയിരിക്കും, പക്ഷേ അഫക്റ്റഡ് ആവുന്ന ആരാണ്? അവർ ഡിസിഷൻസ് എടുക്കും, അവർ വലതും ക്രിയേറ്റ് ചെയ്യും, പോളിസീസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യും, അവർ വലതും ചെയ്യും സീക്രറ്റ് ആയിട്ട്. പക്ഷെ നമ്മളാണ് ഇത് ശരിക്കും അനുഭവിക്കേണ്ടവർ. അവരെങ്ങനെയാണ്? ദേ വിയർ മാസ്ക് വിത്തിൻ മാസ്ക്. അതായത് അവർ മാസ്ക് ഒക്കെ നീട്ടാണ് നിൽക്കുന്നത്. അതായത് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അവരൊരു മാസ്ക് ഇട്ട് അതിന്റെ പുറത്ത് ഇളിച്ച് കാണിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. കുറെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് വേറൊരു ഗവൺമെന്റ് വരും, അപ്പോൾ വേറെ പോളിസി എടുക്കും. അപ്പോൾ ഈ ഫസ്റ്റ് 1974 ഈ ഒരു പൊക്രാൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അത് വാജ്പേയിയുടെ സമയത്തൊക്കെ ആയിരുന്നു. വാജ്പേയിയുടെ സമയത്തിന് മുന്നേ തുടങ്ങിയതാണ്, പക്ഷേ വാജ്പേയിയുടെ സമയത്താണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ കാലം ഉണ്ടല്ലോ, 1974 കഴിഞ്ഞിട്ട് കുറേ കാലം ഇത് വലിയ എന്താണ് എതിർപ്പൊക്കെ വന്നുകൊണ്ട് ഇതിനെ ഒരു അമുക്കി വെച്ചിരുന്ന ഈ ഒരു കാര്യം. അപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ വീണ്ടും ഇതിനെടുത്ത് ആക്കി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു ശക്തിയായ വനിത. അതായത് അവരുടെ കാലത്തിലാണല്ലോ ഈ ഒരു പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് ഒക്കെ നടത്തിയത്. അപ്പോൾ അവർ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടി. അപ്പോൾ പറയാണ് ഈ ഗവൺമെന്റ്സ് വന്നും പോയി ഇരിക്കും, നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കേണ്ടത്. അവർ മാസ്ക് ഒക്കെ ഇട്ടിരിക്കും, അതായത് അവരൊരു മാസ്കിന്റെ പുറത്ത് പല ഓരോ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് അവർ ഇരിക്കുന്നതെന്ന്. ദേ മോൾഡ് ആൻഡ് റീഇൻവെന്റ് ദംസെൽസ് ഓൾ ദ ടൈം. ദ വൺ വി ഹാവ് അറ്റ് ദ മൊമെന്റ് ഫോർ ഇൻസ്റ്റൻസ് ഡസ് നോട്ട് ഈവൻ ഹാവ് ഇനഫ് സീറ്റ്സ് ടു ലാസ്റ്റ് എ ഫുൾ ടേം ഇൻ ഓഫീസ്. അതായത് ഇത് എഴുതിയ സമയത്ത് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അരുന്ധതി റോയ് എഴുതിയേക്കുന്നത് 1998. ആ സമയത്ത് ഗവൺമെന്റിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ സമയത്ത് ഗവൺമെന്റിന് ഏത് ഇതാണെന്ന് ഓർമ്മ വരുന്നില്ല. 1998 ആരാണോ ഇവിടെ നമ്മൾ റൂൾ ചെയ്തത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പോലും ഇല്ലാതാണ് അവർ ശരിക്കും ഇപ്പോൾ റൂൾ ചെയ്യുന്നത്. എന്നിട്ടാണ് ഇത്ര അഹങ്കാരം കാണിച്ചു കൂട്ടുന്നതെന്നാണ് നമ്മുടെ ആര് പറയുന്നത്, നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്നിട്ട് എന്താണ്
പക്ഷെ നമ്മളുടെ അവർക്ക് ഭൂരിപക്ഷം പോലും ഇല്ല ശരിക്കും പറഞ്ഞ റൂൾ ചെയ്യാൻ. എന്നിട്ടും അവരുടെ കയ്യിലിരിക്കുന്ന കയ്യിലിരിപ്പോൾ എന്തൊക്കെയാണ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റും അതും ഇതൊക്കെയാണ്, പ്രതിരോധത്തിന്റെ കുറെ തിയറികളും ഒക്കെ ആയിട്ടാണ് അവരിവിടെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദ വൺ വി ഹാവ് അറ്റ് ദ മൊമെന്റ്, അതായത് 1998 കാര്യമാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഡസ് നോട്ട് ഈവൻ ഹാവ് ഇനഫ് സീറ്റ്സ് ടു ലാസ്റ്റ് എ ഫുൾ ടേം ഇൻ ഓഫീസ് ബട്ട് ഡിമാൻഡ്സ് ദാറ്റ് വി ട്രസ്റ്റ് ടു ഡു പിറുവേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് എന്നാണ് മീനിങ്. ആൻഡ് പാർട്ടി ട്രിക്സ് വിത്ത് ന്യൂക്ലിയർ ബോംബ്സ് ഈവൻ ആസ് ഇറ്റ് സ്ക്രാബിൾസ് അറൌണ്ട് ഫോർ എ ഫുട് ഹോൾഡ് ടു മെയിൻറ്റെയിൻ എ സിമ്പിൾ മെജോറിറ്റി ഇൻ പാർലമെന്റ്. ശരിക്കും പറഞ്ഞാൽ പാർട്ടീസ് ഇതുപോലെ ഈ ഒരു ഗവൺമെന്റ് ഈ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടി, അതായത് എന്താണ് അവർ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ്, അല്ലെങ്കിൽ പോപ്പുലർ ആവാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ശരിക്കും ഈ ന്യൂക്ലിയർ വെപ്പൺസിനെ അല്ലെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ശരിക്കും നടത്തിയതെന്നാണ് അരുന്ധതി റോയ് ഇവരെ അക്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഗവൺമെന്റിനെ. അതായത് ഓരോ ഗവൺമെന്റ് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഓരോ ഇങ്ങനത്തുള്ള ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടങ്ങ് പോവുക. അപ്പോൾ അവരെന്താണ് മാസ്കിന്റെ മുകളിൽ മാസ്കിലിട്ടാണ് ഈ ആളുകളും വരുന്നത്. അതായത് ഇവരുടെ കയ്യിൽ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. പക്ഷെ നമ്മളാണ് ശരിക്കും അതിന് ബലിയാടാവുന്നത്. ഇവർ എന്താണ് സമയമാകുമ്പോൾ ചിലപ്പോൾ മുങ്ങിക്കളയും, പക്ഷെ നമ്മളാണ് ശരിക്കും ആ ഒരു രാജ്യത്തെ കൺട്രിയിലുള്ള ആളുകളാണ് എന്താണ് ശരിക്കും ഇതിനെ ഇരയായി പോകുന്നതെന്ന് അല്ലെങ്കിൽ വിക്ടിംസ് ആവുന്നതെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ഭൂരിപക്ഷം പോലും ഇല്ലാതിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പം ഭരിക്കുന്നത്. ആ സമയത്തെ കാര്യമാണ് പറയുന്നത് 1998. എന്നിട്ട് പോലും ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി പാർലമെന്റിൽ ഇങ്ങനെ കടന്ന് കടിപിടിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഫ്ലോ നമ്പർ 2 എന്ന് പറഞ്ഞ എന്താണ്, is that deterrence is premised on fear, but fear is premised on knowledge, on an understanding of the true extent and the scale of the devastation that nuclear war will wreak. It is not some inherent mystical attribute of nuclear bombs that they automatically inspire thoughts of peace. On the contrary, it is the endless, tireless, confrontational work of people who have had the courage to openly denounce them. The marches, the demonstrations, the films, the outrage. That is what has averted. അതായത് നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, രണ്ടാമത്തെ തിയറി ഓഫ് ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫിയറിനെ ബേസ് ചെയ്തിരിക്കുമെന്ന്. പക്ഷെ ഫിയർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അരുന്ധതി റോയ് പറയുവാണ്, പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മീനിങ് ആണ് വരേണ്ടത്. അതായത് പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് മാറി, അതായത് ഇപ്പം നമ്മൾ വെപ്പൺ ടെസ്റ്റ് എന്തിനാണ്, നമ്മുടെ പ്രതിരോധത്തിന്റെ തിയറി എന്താണ്, പാകിസ്ഥാനെ പെരട്ടി പേടിപ്പിച്ചു വെക്കാൻ. പക്ഷേ അരുന്ധതി റോയ് പറയാണ്, പേടി എന്ന് പറയുന്നത് എന്തിലാണ് വരുന്നത്, നോളജും കൂടെ വേണം, എന്നാലേ ആളുകൾ പേടിക്കത്തുള്ളൂ. ഈ പേടിക്കുന്ന എന്തിനാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, അതായത് വിരട്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് മറ്റവർക്ക്. അതായത് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ കൊച്ചു പിള്ളേരെ നമ്മൾ എന്തിനാ വരട്ടുന്നത്, അവരെന്തെങ്കിലും ഒരു കുറ്റം കഴിയുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ പിടിച്ച് നിർത്തുമ്പോൾ അവർ പേടിച്ച് മാറി നിൽക്കും. അത് എന്തുകൊണ്ട് അവർ പേടിച്ച് മാറി നിൽക്കുന്നത്, അവർക്ക് അറിയാം അടി കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ അവർ അവർക്ക് അറിയാം, അവർ എന്താണ് റിയലൈസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന്. അപ്പൊ അതുപോലെ പേടിച്ച് മാറി നിൽക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമല്ലേ നമുക്ക് ഈ പ്രതിരോധം എന്ന് പറഞ്ഞു പോയി ചെല്ലാൻ പറ്റൂ. അതാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തിയറി ഓഫ് ഡിറ്ററൻസ് നൽകി പ്രതിരോധം എന്ന് പറഞ്ഞത് പേടിച്ച് മാറി നിൽക്കുക എന്നാണ്. പേടിച്ച് മാറി നിൽക്കണമെങ്കിൽ പോലും എന്ത് വേണം, നോളജ് വേണം. ഫിയറിന് എന്ത് വേണം, നോളജ് എന്തായാലും വേണം. സോ ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ട്രൂ എക്സ്റ്റെന്റ് ആൻഡ് സ്കെയിൽ ഓഫ് ദ ഡിവാസ്റ്റേഷൻ ദാറ്റ് ന്യൂക്ലിയർ വാർ വിൽ റീക്ക്. എന്തിനെക്കുറിച്ചുള്ള നോളജ് വേണം, ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഉള്ള ആളുകൾ മരിക്കും, വൻ നാശനഷ്ടമായിരിക്കും വരുന്നതെന്നുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ സൈഡിലുള്ള ആളുകൾ മാറി നിൽക്കത്തുള്ളൂ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സം ഇൻഹറന്റ് മിസ്റ്റിക്കൽ ആട്രിബ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ബോംബ്സ് ദാറ്റ് ദേ ഓട്ടോമാറ്റിക്കലി ഇൻസ്പയർ തോട്ട്സ് ഓഫ് പീസ്. അല്ലാതെ ന്യൂക്ലിയർ ബോംബ് കണ്ടാൽ ഉടനെ പീസ്ഫുൾ ടോക്ക് എന്ന് പറഞ്ഞ് അത് നമുക്ക് ഇൻഹറന്റ് ആയിട്ട് കിട്ടിയ ക്വാളിറ്റി ഒന്നും അല്ലെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതായത് നമുക്ക് ഇൻഹറന്റ് ആയിട്ട് കിട്ടിയ ഒരു കാര്യമൊന്നും അല്ല ന്യൂക്ലിയർ ബോംബ് കേൾക്കുക എന്ന് പറഞ്ഞ വേർഡ് കണ്ടാലേ നമ്മൾ പേടിച്ച് മാറി നിൽക്കാൻ. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, എന്നാലേ പേടിച്ച് മാറി നിൽക്കും. ഇപ്പോൾ ഒരു അറിവില്ലാത്ത ഒരു മനുഷ്യനെ ഈ സൂയിസൈഡ് ബോംബേഴ്സ് പോലുള്ള ആളുകളുണ്ടല്ലോ, ഈ മരിക്കാനായിട്ട് തയ്യാറെടുത്തേക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഈ ബോംബ് കെട്ടിവെച്ച് നടക്കുന്ന ആളുകൾ. അവരെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവനെ കുറിച്ച് തന്നെ ഒരു വിലയില്ലാത്ത ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയാം, എന്നാ പിന്നെ കൊണ്ടുപോകാന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ അരുന്ധതി റോയ് പറയാം, പേടിക്കാനെങ്കിലും കുറച്ച് വിവരം വേണമെന്നാണ് പറയുന്നത്. ശരിക്കും പേടിക്കാനെങ്കിലും എന്താണ് ഫിലിമിലൊക്കെ പറയുന്ന അങ്ങനെ പേടിക്കാനെങ്കിലും എന്താണ് ഒരു ബുദ്ധി വേണം. ഈ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിയിലാണ് നിലനിൽക്കുന്നത്. പ്രതിരോധം എന്ന് പറയുന്നത് ചെറുത്ത് നിൽക്കുന്നത്, പേടിപ്പിച്ച് നിർത്തുന്നത്. അപ്പൊ അതിൽ എന്താണ്, പേടിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രതിരോധം എന്ന് പറയുന്ന സംഭവം പേടിക്കാൻ എന്ത് വേണം, നോളജ് വേണം. കാരണം എന്താണ്, അതിന്റെ നെഗറ്റീവ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു നോളജ് വേണം. നോളജ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ പറയുന്നത്, ആ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള നോളജ് നമുക്ക് അത്യാവശ്യമാണ്, എന്നാലല്ലേ മറ്റേ ആൾ പേടിച്ച് മാറി നിൽക്കത്തുള്ളൂ. അതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സം ഇൻഹറന്റ് മിസ്റ്റേക്ക്, അതായത് നമുക്ക് ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്ന കാര്യമൊന്നും അല്ല ഈ പേടിച്ച് മാറി നിൽക്കുന്നതും ഈ നോളജ് കാര്യം. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് എടുക്കേണ്ട തീരുമാനമാണിത്. ഓൺ ദ കോൺട്രറി, അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇൻഹറന്റ് ആയിട്ട്, അതായത് നമ്മൾ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്താണ് നാശമാണ്, ഡേഞ്ചർ നടന്ന് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ജനിച്ചപ്പോഴേ കിട്ടുന്ന അറിവൊന്നും അല്ലല്ലോ. അവരതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇവിടെയുള്ള ഈ നോവലിസ്റ്റ്, ഇവരെ പോലുള്ള നോവലിസ്റ്റുകളും റൈറ്റേഴ്സും ഒക്കെ തൊണ്ട പൊട്ടി കീറി അലച്ച് എഴുതി വെക്കുന്നത് വായിച്ചിട്ട് എങ്കിലും കുറച്ച് നോളജ് ഉള്ളവരാണ് ശരിക്കും പേടിച്ച് മാറി നിൽക്കുന്നതെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. കാരണം ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ കിടന്ന് വായിട്ടലച്ച് പറയുന്നതിലൂടെയും, ഇപ്പം നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിന്റെ, അല്ലെങ്കിൽ നമുക്കറിയാം ന്യൂക്ലിയർ വെപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു എഫക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടതുകൊണ്ട്, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അതിന്റെ ഒരു എഫക്ട് വന്നതുകൊണ്ടും നമുക്കറിയാം ഓക്കെ അത് ഡേഞ്ചറസ് ആണെന്ന്. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചുകൊണ്ടാണ്.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ, ഇതിന്റെ ഒരു വ്യാപ്തി, ഇതിന്റെ ഒരു നാശനഷ്ടം, ഇതിന്റെ ഒരു നാശത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും എടുത്തിട്ട് ഇത് ഉപയോഗിച്ചേനെ. അങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പം ഒരു അനുഭവം വന്നാലേ ആളുകൾ പഠിക്കത്തോളെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. പക്ഷെ അനുഭവം വരുത്തരുത്, അതുവരെ പോകരുത്. കാരണം എന്താണ്, അനുഭവം വരുമ്പോൾ മൊത്തത്തിലുള്ള ആളുകൾക്കായിരിക്കും അനുഭവം വരുന്നത്. പേടിച്ചവർക്കും ഇത് ഇറങ്ങി തിരിച്ചവർക്കും ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലാതെ ഇറങ്ങി തിരിച്ചവർ മാത്രമല്ല ഇത് ഫേസ് ചെയ്യുന്നത്, അല്ലാതെ പാവങ്ങൾ കുറെ പേരും ഉണ്ട്. പറയുവാണ് ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടല്ലോ, ഈ പേടിയുണ്ടല്ലോ, അത് ശരിക്കും ആരാ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇങ്ങനത്തുള്ള കുറെ മാർച്ചസും, അതായത് ഇതുപോലെ മാർച്ചുകൾ നടത്തിയും പിന്നെ ഡെമോൺസ്ട്രേഷൻസും ഫിലിംസിലൂടെയും പിന്നെ ഇതുപോലത്തുള്ള കുറെ റൈറ്റേഴ്സ് എഴുതി പിടിപ്പിച്ചതിലൂടെയും ഒക്കെയാണ് ഈ ഒരു ന്യൂക്ലിയർ വാർ എന്ന് പറഞ്ഞ സംഭവം പ്രിവെന്റ് ചെയ്തത്, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തത്. അല്ലെങ്കിൽ ഇത് എപ്പോഴേ ഇവരൊക്കെ എടുത്തിട്ട് പ്രയോഗിച്ചതിനെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. കാരണം എന്താണ്, കുറെ വിവരമില്ലാത്ത മനുഷ്യരാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, വിവരമില്ലാത്ത മനുഷ്യരാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതായത് പേടിക്കാനെങ്കിലും കുറച്ച് വിവരം വേണമെന്ന് അതാണ് അവർ ആദ്യമേ പറഞ്ഞത്. അപ്പം ഈ കുറെ ആളുകളുടെ കുറെ മാർച്ച് കൊണ്ടും ഡെമോൺസ്ട്രേഷൻ കൊണ്ടും പ്രൊട്ടസ്റ്റ് കൊണ്ടും ഇങ്ങനെ ആളുകൾ ഇതുപോലെ ഡേഞ്ചറസ് എഫക്റ്റിനെ കുറിച്ചൊക്കെ എഴുതി പിടിപ്പിച്ചത് കൊണ്ടുമാണ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ വാർ ഒന്നും ഉണ്ടാവാത്തത് എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ഡിറ്ററൻസ് വിൽ നോട്ട് ആൻഡ് കനോട്ട് വർക്ക് given the levels of ignorance and illiteracy that hang over our two countries like dense impenetrable veils. അതായത് ഈ പ്രതിരോധം എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും വർക്ക് ചെയ്യില്ല എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇഗ്നോറൻസ് ഉള്ള സ്ഥലങ്ങളിലും ഇല്ലിറ്ററസി ഉള്ള സ്ഥലങ്ങളിലും. അതായത് നോളജ് ഒന്നും ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ഒരു സ്ഥലങ്ങളിലും ഈ ഡിറ്ററൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. അല്ലേ, അതായത് നമുക്ക് പേടിച്ച് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട്, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നമ്മളൊക്കെ ചത്തുപോകുന്ന അറിയാവുന്നതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നത്. ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു കുന്തോ അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിട്ട് എന്നാ പിന്നെ ന്യൂക്ലിയർ വാർ നടത്താന്ന് പറഞ്ഞ ആളുകൾ വന്നു എന്ത് ചെയ്യും? അതാണ് പറയുന്നത്. ഇപ്പൊ ഇല്ലിറ്ററസി അല്ലെങ്കിൽ ഇഗ്നോറൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പ്രതിരോധത്തിന്റെ തിയറിയും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അത് എന്തായാലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് പാകിസ്ഥാനിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഇല്ലിറ്ററസി ഇഗ്നോറൻസ് ഇതിനെക്കുറിച്ചുള്ള അത് നമ്മുടെ രണ്ട് കൺട്രീസിലും എന്തുള്ളതെന്നാണ് പറഞ്ഞത്, അതിങ്ങനെ എന്താണ് കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും കുറെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇഗ്നോറൻസും ഇല്ലിറ്ററസിയും ഉണ്ടെന്ന്, അതായത് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ കൺട്രിയിലും ഉണ്ട് പാകിസ്ഥാനിലും ഉണ്ടെന്നാണ് പറയുന്നത്. ദ തിയറി ഓഫ് ഡിറ്ററൻസ് ഇസ് നത്തിങ് ബട്ട് എ പെരിലസ് ജോക്ക് ആണ് ഇൻ എ വേൾഡ് വെയർ അയഡിൻ പിൽസ് ആർ പ്രിസ്ക്രൈബ്ഡ് ആസ് പ്രോഫിലാക്ടിക് ഫോർ ന്യൂക്ലിയർ റേഡിയേഷൻ. ഈ തിയറി ഓഫ് ഡിറ്ററൻസ് ഉണ്ടല്ലോ, ഈ പ്രതിരോധത്തിന്റെ തിയറി എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ ജോക്ക് ആണെന്നാണ്, അതൊരു വൻ ജോക്ക് അല്ലെങ്കിൽ തമാശയാണെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. ഇറ്റ്സ് എ പെരിലസ് ജോക്ക്, ഡേഞ്ചറസ് ജോക്കാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു കളിതമാശ പോലാണ് തിയറി ഓഫ് ഡിറ്ററൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയറി ഓഫ് പ്രതിരോധം എന്ന് പറയുന്നത് ഒരു കളിതമാശയാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ചുമ്മാ ഒരു തമാശയ്ക്ക് അടിച്ചുവിട്ടേക്കുന്ന ഒരു കാര്യം പോലാണ് പറയുന്നത്. എന്താണ് നോൺ സെൻസിക്കൽ എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. കാരണം എന്താണ്, അയഡിൻ പിൽസ് കഴിച്ചാൽ മതി ഈ റേഡിയേഷൻ മാറാൻ, അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ അയഡിൻ പിൽസ് കഴിച്ചാൽ മതി എന്ന് പറയുന്ന, അതായത് ചത്തുപോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ ഒക്കെ വന്ന് അപ്പോഴേ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് അയഡിൻ പിൽസ് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, നിങ്ങൾ ബേസ്മെന്റിൽ പോയി വിളിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നത് എന്ത് നോൺ സെൻസിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇവർ പറയുന്നത്. പ്രോഫിലാക്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റീവ് മെഡിസിൻ ആണ്, ഈ റേഡിയേഷൻ തടയുന്നതിന് വേണ്ടിയുള്ള. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് ന്യൂക്ലിയർ ബോംബ്സ് നൗ ആൻഡ് ഫീൽ എൻറ്റയർലി ജസ്റ്റിഫൈഡ് ഇൻ ഹാവിംഗ് ദം. ഇന്ത്യ എന്തായാലും ജസ്റ്റിഫൈ ചെയ്തു, ഞങ്ങൾ എന്തിനാണ് ഫോറിനൊന്നുമല്ല, ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ പാകിസ്ഥാനും ഉണ്ട്, എന്താണ് കുറെ ന്യായീകരണങ്ങളുണ്ട്, ജസ്റ്റിഫിക്കേഷൻസ് അവരുടേതായിട്ടുണ്ട്. അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട് കേട്ടോ. സൂൺ അതേഴ്സ് വിൽ ടു. അതായത് ഇങ്ങനെ ഓരോ കൺട്രീസും ഓരോ ജസ്റ്റിഫിക്കേഷൻസ് ന്യായീകരണങ്ങളുമായിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണ്, ലോകത്ത് മൊത്തം ന്യൂക്ലിയർ ബോംബുകളാവും. അപ്പൊ എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിലാണ് ഇതെല്ലാം തകർന്നു പോകുന്നത്. ഓരോ കൺട്രീസും എന്താണ് ഓരോ ന്യായീകരണവും പറഞ്ഞ് എനിക്ക് ന്യൂക്ലിയർ വെപ്പൺ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുവാന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് അരുന്ധതി റോയ് ചോദിക്കുന്നത്. സൂൺ അതേഴ്സ് വിൽ ടു. ഇന്ത്യ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഉണ്ടാക്കുവേ. അപ്പൊ അതുപോലെ ഓരോ രാജ്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കത്തില്ലേ. ഇസ്രായേൽ ഉണ്ടാക്കുന്നു, ഇറാൻ ഉണ്ടാക്കുന്നു, അങ്ങനെ എന്താണ് ഓരോ ആളുകളും വന്നോണ്ടിരിക്കും. ഇസ്രായേലുകാർ വരും, ഇറാൻകാർ വരും, ഇറാഖുകാർ വരും, സൗദി അറേബ്യ വരും, നോർവേ വരും, നേപ്പാൾ വരും, പിന്നെന്താണ് ഡെൻമാർക്ക് വരും, ജർമ്മനി വരും. എന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങളും ഇത് വേണമെന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനുള്ള ആളുകൾ വരും, ഉസ്ബെക്കിസ്ഥാനുള്ള ആളുകൾ വരും. ഇങ്ങനെ വന്നുകൂടായ്മ എന്തായാലും വരാമല്ലോ. കാരണം ഓരോ രാജ്യക്കാരും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് അവരവരുടെ ന്യായീകരണങ്ങൾ കൊണ്ട് വന്നേക്കും. അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് എവറി കൺട്രി ഇൻ ദ വേൾഡ് ഹാസ് എ സ്പെഷ്യൽ കേസ് ടു മേക്ക്. ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ കാണും. അപ്പൊ നമുക്ക് എന്താ ന്യായീകരണം, പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ച്. അതാണ് ശരിക്കും കാരണം. അപ്പൊ പാകിസ്ഥാൻ എന്താണ് ന്യായീകരണം, നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ച്. ഓരോരുത്തരും ഓരോ കേസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരുവാണ്. എവരിബഡി ഹാസ് ബോർഡേഴ്സ് ആൻഡ് ബിലീഫ്സ് അല്ലേ. നമുക്കുണ്ട് ഓരോരുത്തർക്ക് ഓരോ കൺട്രീസിനും ഉണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും. ബോർഡേഴ്സ് ആൻഡ് ബിലീഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ. നമുക്കിപ്പോൾ ബോർഡറിന്റെ പ്രശ്നമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും നടക്കുന്നത്, കാശ്മീർ ഇഷ്യൂ ഒക്കെ. അതുപോലെ ഓരോ കൺട്രിക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ബോർഡർ ഇഷ്യൂസും ഒക്കെ. ആൻഡ് വെൻ ഓൾ അവർ ലാഡേഴ്സ് ആർ ബേസ്റ്റിംഗ് വിത്ത് ഷൈനി ബോംബ്സ് ആൻഡ് ഓൾ അവർ ബെല്ലീസ് ആർ എംപ്റ്റി വി ക്യാൻ ട്രേഡ് ബോംബ്സ് ഫോർ ഫുഡ്. അപ്പൊ നമ്മുടെ അരുന്ധതി റോയ് പറയുവാണ്, ഒരു കാര്യം ചെയ്യും, ഇനി നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ ഫുഡിന് പകരം എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ബോംബൊക്കെ വെച്ച് അതായത് ഷൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ നമുക്ക് ഇനി വിശക്കുമ്പോൾ ഈ ബോംബ് എടുത്തങ്ങ് തിന്നാ മതിയല്ലോ എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് വെൻ ന്യൂക്ലിയർ ടെക്നോളജി, അതായത് ഓരോ കൺട്രീസിലും എന്താണ് ഇപ്പൊ ന്യൂക്ലിയർ ബോംബ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യുന്ന പിന്നെ ഫുഡിന് വരെ അവസാനം ഇനി ബോംബൊക്കെ എടുത്ത് കഴിക്കാന്നാണ് പറയുന്നത്. അതായത് ഫുഡിനും ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടി ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഈ ന്യൂക്ലിയർ വെപ്പണും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആളുകൾ. അപ്പം എന്നാ പിന്നെ ബോംബ് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ആൻഡ് വെൻ ന്യൂക്ലിയർ ടെക്നോളജി ഗോസ് ഓൺ ദ മാർക്കറ്റ്, വെൻ ഇറ്റ് ഗെറ്റ്സ് ട്രൂലി കോമ്പറ്റീറ്റീവ് ആൻഡ് പ്രൈസസ് fall, not just governments but anybody who can afford it can have their own private arsenal. മൈ ഗോഡ്. നമ്മുടെ അരുന്ധതി റോയ് പറയാണ്, ഒരു അപ്പൊ ഇനിയിപ്പോ ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതൊക്കെ ചിലവ് കുറച്ചെന്നാണ് വല്ല ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരുത്തം കാണിച്ചു തന്നാ ഇനി അവസാനം പിന്നെ ആളുകളുടെ കയ്യിലും പ്രൈവറ്റ് ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കത്തില്ലെന്ന് ആര് കണ്ടു എന്ന് വെച്ചാൽ ന്യൂക്ലിയർ വെപ്പൺ ഭയങ്കരമായിട്ട് പൈസ വേണം, അതിന് ഭയങ്കര ചെലവാണ്, ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഒക്കെ. അപ്പം പറയുവാണ്, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം ന്യൂക്ലിയർ വെപ്പൺ ഒക്കെ ഇനിയിപ്പം ചെറിയ പൈസയ്ക്ക് അല്ലെങ്കിൽ ചെറിയ പ്രൈസോട് കൂടി ഉണ്ടാക്കാൻ എന്നൊക്കെ വല്ലതും ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
ഇനിയിപ്പോൾ ആളുകൾ ഓരോരുത്തരും അവരുടെ വീടുകളിലൊക്കെ സൂക്ഷിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ചിലപ്പോൾ ബിസിനസ്മാനോ അല്ലെങ്കിൽ ടെററിസ്റ്റുകളോ ഇവരുടെയൊക്കെ കയ്യിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞ പ്രൈസിനൊക്കെ ചിലപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ ഇനി വിൽക്കത്തില്ലെന്ന് ആര് കണ്ടുവന്ന്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കയ്യിലും കാണത്തില്ലെന്ന്. ചിലപ്പോൾ എന്റെ കയ്യിലും കാണുമെന്നാണ് അവർ പറയുന്നത്. ഒക്കേഷണൽ റൈറ്റർ ലൈക്ക് മീ, എന്റെ കയ്യിലും ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഞാനും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മേടിച്ച് വെക്കും. അപ്പോൾ പ്ലാനറ്റ് വിൽ ബ്രിസിൽ വിത്ത് ബ്യൂട്ടിഫുൾ മിസൈൽസ്. അതായത് നമ്മുടെ പ്ലാനറ്റ് ഇറ്റ് വിൽ ബ്രിസിൽ എന്ന് വെച്ചാൽ കവേർഡ്, ഇറ്റ് വിൽ ബി കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ മിസൈൽസ് ആൻഡ് ദർ വിൽ ബി ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെ അതിന്റെ നമ്മുടെ എന്താണ് പ്ലാനറ്റ് തന്നെ മാറും. ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോ ന്യൂക്ക് എലീറ്റ്. വി ക്യാൻ ഗെറ്റ് അവർ കിക്സ് ബൈ ത്രെട്ടനിങ് ഈച്ച് അതർ. നമ്മുടെ കയ്യിലൊക്കെ ഇപ്പോൾ ബോംബ്, നമ്മുടെ കയ്യിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഓരോ വീടുകളിൽ ഓരോ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ ആളുകൾ എങ്ങനെയായിരിക്കും പേടിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോൾ അതെടുത്ത് പൊട്ടിക്കും. ഇങ്ങനല്ലേ എന്താണ് പേടിപ്പിക്കുന്നത്? പ്രോ ന്യൂക്ക് എലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ ന്യൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂസേജ് ആണ്. പ്രോ മീൻസ് ഫോർ ന്യൂക്ലിയർ വെപ്പൺസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പ്രോ ന്യൂക്ക്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു വിരട്ടലിന്റെ ഒരു കിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്തിട്ട് ആളുകളെ വിരട്ടാൻ തുടങ്ങും, അല്ലെ? ഞാനിപ്പോൾ അതെടുത്ത് ത്രട്ടൻ ചെയ്യാൻ തുടങ്ങും നമ്മൾ. ഇറ്റ് വിൽ ബി ലൈക്ക് ബഞ്ചി ജമ്പിങ് ഓർ പ്ലേയിങ് റഷ്യൻ റൂളേ ഓൾ ഡേ ലോങ്. അതായത് ബഞ്ചി ജമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഋതിക് റോഷന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, അയാൾ പാറക്കെട്ടിന്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ എടുത്ത് ചാടുന്നു, വെള്ളത്തിൽ തൊട്ടിട്ട് പോകുന്നത്. ഒരു കയർ അയാളുടെ ദേഹത്ത് കെട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു വലിയ റോപ്പല്ല, എന്തോ ഒരു വലിയൊരു പ്ലാസ്റ്റിക് റോപ്പ് പോലെ കെട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അയാൾ കൊക്കെ കൂടെ താഴോട്ട് വീഴുന്നു, തിരിച്ച് അതേപോലെ തന്നെ അയാളെ മുകളിലോട്ട് കയറ്റുന്നു. അതാണ് ബഞ്ചി ജമ്പിങ് എന്ന് പറയുന്നത്. റഷ്യൻ റൂളി എന്ന് പറയുന്നതും ഏകദേശം ഇതുപോലെ. റഷ്യൻ റൂളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്റ്റലാണ് കേട്ടോ. റഷ്യയിൽ അവിടെ ഉള്ളൊരു പിസ്റ്റലാണ്, നിങ്ങൾ അത് നോക്കിയാൽ മതി ഇമേജ്. അതുപോലൊക്കെ ഇപ്പൊ തോക്കൊക്കെ ആളുകൾ ഓരോരുത്തരുടെ ലൈസൻസ് മേടിച്ച് കൈവെക്കത്തില്ലേ? ലൈസൻസ് ഇല്ലാതെ ആളുകൾ തോക്ക് മേടിച്ച് വെക്കുന്നുണ്ടല്ലോ. അതുപോലൊക്കെ അവസാനം ന്യൂക്ലിയർ വെപ്പൺസ് ആളുകൾ കൈവശം വെച്ച് ഇങ്ങനെ വരട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് അരുന്ധതി റോയ് പറയുന്നത്. An additional perk will be the thrill of not knowing what to believe. We can be victims of the predatory imagination of every green card seeking charlatan who surfaces in the West with concocted stories of imminent missile attacks. We can relate at the prospect of being held to ransom. അതായത് ഇനി അടുത്ത എന്താണ്? ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ കള്ള ന്യൂസും ഒക്കെ ഉണ്ടാക്കി വെക്കാം, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാം ഇതിനെക്കുറിച്ച്. ഇപ്പൊ തന്നെ ഫേക്ക് ന്യൂസിനെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് നമ്മൾ എന്തായാലും എന്ത് കേട്ടാലും വിശ്വസിച്ച് പോകുന്ന കുറെ ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. എന്താണ് ഒന്നും പ്രതിരോധിക്കാനും നമ്മൾ പ്രതികരിക്കാനും ഒന്നും പോകാത്ത കുറെ ആളുകളാണ്. അപ്പോൾ ഓരോരുത്തരും ഇതുപോലെ നമ്മളെ ചിലപ്പോൾ ഇതുപോലെ കെട്ടിയിട്ടിട്ട് അവസാനം അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺ ഇപ്പം ഓരോരുത്തരും അവരുടെ വീടുകളിലൊക്കെ മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഇപ്പം എന്ത് ആവശ്യത്തിന് വേണ്ടിയും മറ്റൊരാളെ ചൂഷണം ചെയ്യാനുള്ളൊരു ഇത് കിട്ടുമല്ലേ, ചാൻസ് കിട്ടുമല്ലേ? ഇപ്പം പറഞ്ഞാൽ മതി ന്യൂക്ലിയർ വെപ്പൺ ഞാൻ എടുത്തിട്ട് പ്രയോഗിക്കും, നീ ബാങ്ക് കൊള്ളയടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് കൊള്ളക്കാർ പറയുകയാണ് ഇപ്പം ഞാൻ ഇവിടെ ന്യൂക്ലിയർ വെപ്പൺ പൊട്ടിക്കും, മര്യാദയ്ക്ക് പൈസ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്ത് കൊടുക്കത്തില്ലേ? അതുപോലെ ഓരോരുത്തരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇതുപോലെ റാൻസം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് റാൻസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോചനദ്രവ്യം, തട്ടിക്കൊണ്ട് പോയിട്ട് പൈസ ചോദിക്കത്തില്ലേ ആളുകൾ? അതുപോലെ ഓരോരുത്തരും ഓരോ ട്രബിൾ മേക്കേഴ്സ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ല എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതായത് ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസസ് കണ്ടെത്തും. ഇപ്പം ന്യൂക്ലിയർ വെപ്പൺ അതാണ് ചെറിയ ചെലവിൽ മേടിക്കാൻ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ശത്രുക്കൾക്ക് നേരെ ഇത് ഉപയോഗിച്ച് തുടങ്ങും എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. സോ യു സി ഈവൻ വിത്തൌട്ട് എ വാർ വി ഹാവ് എ ലോട്ട് ടു ലുക്ക് ഫോർവേഡ് ടു. വാർ തന്നെ വേണം എന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള കുറെ മീനിങ്സ് എങ്ങനെയാണ് അതായത് അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ബട്ട് ലെറ്റ് us pause to give credit where it is due. Who must be thanked for all this? But let us pause to give credit where it is due. Who must be thanked for all this? അതായത് എന്താണ് ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്? ഈ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ആരെയാണ് നമ്മൾ ശരിക്കും താങ്ക് ചെയ്യേണ്ടത്? അതായത് ഇത് ആരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ദ മാൻ ഹു മെയ്ഡ് ഇറ്റ് ഹാപ്പൻ? ആരാണ് ശരിക്കും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റാർട്ട് ചെയ്തതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ? ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്, സാക്ഷാൽ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവരെയാണ് ശരിക്കും ഇതിനെ താങ്ക് ചെയ്യേണ്ടത്. കാരണം അവരാണല്ലോ ഇതെല്ലാം പടച്ചുവിട്ട് തന്നതെന്ന്. Come on up here, folks. Stand up and take a bow. കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. എന്തായാലും അവരെ നമുക്കൊന്ന് നമസ്കരിച്ചേക്കാം. Thank you for doing this to the world. Thank you for making a difference. Thank you for showing us the way. Thank you for altering the very meaning of life. From now on, it is not dying we must fear, but living. അരുന്ധതി റോയ് പറയാണ്, നമുക്ക് സാക്ഷാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അവരെ തന്നെ നമുക്കൊന്ന് താങ്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. കളിയാക്കിക്കൊണ്ട് പറയുവാണ്. ശരിക്കും അവര് കാരണമാണ് ബാക്കി എല്ലാ കൺട്രീസും ഇതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഓരോരുത്തരും ഓരോ കൺട്രീസും ജാട കാണിക്കാൻ അല്ലെങ്കിൽ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി ഓരോരുത്തരും ഉണ്ടാക്കി തുടങ്ങും, അല്ലേ? സോ ഇറ്റ് ഇസ് സച്ച്. അപ്പൊ ഇനിയിപ്പോൾ എന്താണ് അരുന്ധതി റോയ് പറയുന്നത്? ഇനിയിപ്പോൾ ശരിക്കും നമ്മൾ മരിക്കാനല്ല പേടിക്കേണ്ടത്, നമ്മൾ ശരിക്കും ജീവിക്കാനാണ് ശരിക്കും കഷ്ടപ്പെടുന്നത്. കാരണം ഇത്രയും ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഓരോ കൺട്രീസിലും പൊങ്ങി വരുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും പേടിച്ച് മരിച്ച് ജീവിക്കണം എന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. ജീവിക്കാനാണ് ശരിക്കും പാട്. ഇറ്റ് ഇസ് സച്ച് സുപ്രീം ഫോളി ടു ബിലീവ് ദാറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് ആർ ഡെഡ്ലി only if they are used. നമ്മുടെ അരുന്ധതി റോയ് പറയുകയാണ്, ആളുകളുടെ വിചാരം എന്താണ്? ഇത് യൂസ് ചെയ്താൽ മാത്രമേ ഇതിനൊരു പ്രശ്നം വരൂ എന്നാണ് പറയത്തുള്ളൂ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ വെച്ചിരുന്നാൽ പോലും അത് പ്രശ്നമാണ്. നമുക്കറിയത്തില്ലല്ലോ ഇപ്പൊ ആരുടെയെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ചൂട് അത് എവിടെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അതായാലും മതി. ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ഡേഞ്ചറസ് ആവുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല. അപ്പം ദ ഫാക്ട് ദാറ്റ് ദേ എക്സിസ്റ്റ് അറ്റ് ഓൾ ആൻഡ് ദേ ആർ വെരി presence in our lives will wreak more havoc than we can begin to fathom. Nuclear weapons pervade our thinking. അതായത് നമ്മുടെ തിങ്കിങ്ങിനെ പോലും ന്യൂക്ലിയർ വെപ്പൺസ് ഇൻവേഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഒക്കെ ചേഞ്ച് ആവും എന്നാണ് ഈ അരുന്ധതി റോയ് പറയുന്നത്. ഇതിന്റെ ഒരു പ്രസൻസ് കൊണ്ട് ഇറ്റ് can control our behavior, administer our societies, inform our dreams, and they bury themselves like meat hooks deep in the base of our brains, and they are purveyors of madness. അതായത് മാഡ്നസ് സെല്ല് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ വെച്ചാൽ. അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺ
കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളെ തന്നെ അത് മാറ്റിയെടുക്കും, അതിലെ ആളുകളെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽസിനെ തന്നെ ഇത് മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താ, അമേരിക്കയിൽ ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞാണ് ഓരോ കൺട്രീസിനെ ആക്രമിക്കാൻ അത് ചെല്ലുന്നത്. ശരിക്കും ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ പേടിച്ചിരിക്കുന്നത് അവരുടെ ശരിക്കും ഉണ്ട് ന്യൂക്ലിയർ വെപ്പൺസ്. വല്ല വോറോ ഇവരെങ്ങാനും എടുത്തിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്കോ എന്തായാലും ചിലപ്പം അവരുടെ കീഴിലുള്ള സോൾജേഴ്സ് മരിക്കുന്നു, അവർക്ക് ആലോചനയൊന്നും കാണത്തില്ല. എന്നാലും മറ്റവർക്ക് ആലോചന ഉണ്ടല്ലോ, പേടിച്ചല്ലേ. അവർക്ക് അതാണ് പറഞ്ഞത്, ഫിയർ എന്ന് പറയുന്നത് എന്താണ്, നോളജിനെ ബേസ് ചെയ്തിരിക്കും. അത് പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആളുകളൊന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിപ്പം അമേരിക്കൻ എന്താണ്, അതിന്റെ ഒരു അഹങ്കാരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഓരോ ഇറാഖിലും ഇറാനെയൊക്കെ പോയി വെല്ലുവിളിക്കുന്നത്. അതാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതാ പേടിച്ചിരിക്കുന്നത്. തിരിച്ചതാ ഒരു യുദ്ധത്തിനും കാര്യത്തിനൊന്നും ആളുകൾ ചെല്ലാത്തത് വേറെ കൺട്രീസിലുള്ള. അപ്പോൾ പറയുവാണ് ശരിക്കും ഈ ന്യൂക്ലിയർ വെപ്പൺ പ്രൊസസ് ചെയ്യുന്ന കൺട്രീസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒഫീഷ്യൽസിനായാലും അവിടുത്തെ ആളുകൾക്കായാലും അവരുടെ മൈൻഡ് സെറ്റ് തന്നെ വേറെ ആയി പോകുന്നതാണ്. അതായത് ഒരു അഹങ്കാരം, ഒരു ടൈപ്പ് ഓഫ് അഹങ്കാരം അല്ലെങ്കിൽ എന്താണ് ഒരു അതോറിറ്റേറ്റീവ് പവർ അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കിട്ടിയ ഒരു എഫക്റ്റ് ആണ്. എന്റെ കൺട്രിയാണ് വലുത് എന്നുള്ളൊരു ഇത് വരും. ദേ ബറി ദംസെൽസ്. അപ്പൊ അത് ശരിക്കും ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊസസ് ചെയ്യുന്നത് അതെന്താണ്, നമ്മുടെ തിങ്കിങ് ലെവലിനെ മാഡ്നസിനെയൊക്കെ വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ മീനിങ്, ഒരു എന്താ നമുക്ക് എന്തും കിട്ടി എന്തും ആവാം എന്നുള്ളൊരു അഹങ്കാരമാവും ആ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഇതൊരു പ്രൊസസ് ചെയ്യുന്ന ആൾക്ക്. സോ ദേ ആർ ദി അൾട്ടിമേറ്റ് കോളനൈസർ. ഇവരെ പോലെ അതായത് ഈ പ്രൊസസ് ചെയ്യുന്ന ഈ കൺട്രീസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ അടക്കി വെച്ചേക്കുന്ന കൺട്രീസ് ഒക്കെയാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ കോളനൈസേഴ്സ്. അതായത് അവർ ശരി വേണമെങ്കിൽ കോളനൈസ് ചെയ്യാൻ ഇപ്പം ഈ അമേരിക്കയ്ക്ക് വല്ല കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്ഥലമൊക്കെ എന്താണ് പിടിച്ചടക്കാം ഈ ന്യൂക്ലിയർ വെപ്പന്റെ പേരിൽ. അപ്പൊ അത് ശരിക്കും എന്താണ് പല പല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും, ആളുകളുടെ ചിന്താഗതിയെ തന്നെ മാറ്റി വരുത്താവുന്ന കാര്യമാണ്. ആൻഡ് വൈറ്റർ ദാൻ എനി വൈറ്റ് മാൻ ഹു എവർ ലിവ്ഡ്, ദേ ആർ ദ വെരി ഹാർട്ട് ഓഫ് വൈറ്റ്നസ്. അതായത് എന്താണ് പറഞ്ഞത്, ഈ വൈറ്റ് മാൻ ആണല്ലോ, അതായത് എന്താണ് ബ്രിട്ടീഷുകാരാണല്ലോ ഈ കോളനൈസേഴ്സ്. അതായത് നമ്മുടെ രാജ്യവും ബാക്കിയുള്ള എല്ലാ കുറേ രാജ്യങ്ങൾ ഇതുപോലെ കോളനൈസ് ചെയ്തിട്ടിരുന്നതാണല്ലോ, അവരുടെ അധീനതയിലാക്കിയിട്ടിരുന്നതാണല്ലോ കോളനീസ് പോലെ. എന്നിട്ട് നമ്മുടെ റിസോഴ്സസും എല്ലാ കാര്യങ്ങളും അടിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺ കയ്യിലിരിക്കുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതായത് ഒരു ബലം, അതായത് ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു ബലം കിട്ടിയതുപോലെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് വരട്ടി വെച്ചാൽ പോരെ. അപ്പൊ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഷോ ഓഫ് ഈ ഒരു രാജ്യത്തിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു കോളനൈസറിനെ പോലെയാണ് ഇപ്പം ആളുകൾ പെരുമാറുന്നത് ഈ ഒരു രാജ്യങ്ങൾ. ആൻഡ് ഓൾ ഐ ക്യാൻ സേ ടു എവറി മാൻ, വുമൺ ആൻഡ് സെന്റിനന്റ് ചൈൽഡ് ഇൻ ഇന്ത്യ ആൻഡ് ഓവർ ദെയർ ജസ്റ്റ് എ ലിറ്റിൽ വേ അവേ ഇൻ പാകിസ്ഥാൻ ഈസ് ടേക്ക് ഇറ്റ് പേഴ്സണലി, whoever you are, Hindu, Muslim, urban, agrarian, it doesn't matter. അപ്പോൾ നമ്മുടെ അരുന്ധതി റോയ് ശരിക്കും പ്ലീഡ് ചെയ്യുവാണ് ആരുടെ അടുത്തൊക്കെ, നമ്മുടെ ഓരോരുത്തരടുത്തും, ഓരോ ഇന്ത്യയിലുള്ളതായാലും പാകിസ്ഥാനിലുള്ള ഓരോ മനുഷ്യന്റെ അടുത്തും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബോർഡർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അടുത്തടുത്ത് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ആയാലും ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ആയാലും എല്ലാത്തിനും ഒരു എഫക്ട് തന്നെ. അപ്പോൾ പറയാണ്, ഇപ്പൊ നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിറ്റീസിൽ താമസിക്കുന്ന ആളായാലും വില്ലേജിൽ താമസിക്കുന്ന ആളായാലും ഇന്ത്യയിലുള്ള ആണെങ്കിലും പാകിസ്ഥാനിലുള്ള ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഇതെല്ലാം വളരെ അധികം സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ്. അതായത് കാസ്റ്റ് ഡിവിഷനോ ക്ലാസ് ഡിവിഷനോ ഒന്നും വരത്തില്ല ഈ ഒരു ന്യൂക്ലിയർ വോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. The only good thing about nuclear war is that it is the single most egalitarian idea that man has ever had. എന്നിട്ട് പറയുവാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ടല്ലോ മനുഷ്യന്റെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഇഗാലിറ്റേറിയൻ ഐഡിയ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഈക്വാലിറ്റി കൊണ്ടുവരുന്ന ഒരു ഐഡിയ. അതായത് ന്യൂക്ലിയർ വെപ്പൺ എന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് തന്നെ ആളുകൾ മരിച്ചിരിക്കും. അതായത് അതിന് വേർതിരിവൊന്നും കാണത്തില്ല, എന്തായാലും എല്ലാവർക്കും ഒരേ എഫക്റ്റ് ആയിരിക്കും. സോ അതൊരു ഇഗാലിറ്റേറിയൻ ഐഡിയ തന്നെയാണ് മനുഷ്യരുണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യർ കണ്ടുപിടിച്ച ആദ്യമായിട്ടുള്ള ഒരു ഈക്വാലിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഐഡിയ മാത്രമാണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത്. ഓൺ ദ ഡേ ഓഫ് റെക്കണിംഗ് യു വിൽ നോട്ട് ബി ആസ്ക്ഡ് ടു പ്രസന്റ് യുവർ ക്രെഡൻഷ്യൽസ്. അതായത് ഈ ഒരു സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് നടക്കുന്നത്, അതായത് ഈ റെക്കണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിഷ്മെന്റ് എന്നാണ്. ഈ ഒരു സംഭവം നെഗറ്റീവായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളതെന്നോ നമ്മുടെ കയ്യിൽ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നോ ഒന്നും ആരും ചോദിക്കത്തില്ല. അതൊന്നും ചോദിക്കാനുള്ള സമയം പോലും കാണത്തില്ല. അപ്പോഴേ ആൾക്ക് ചത്തുപോകും. ദ ഡിവാസ്റ്റേഷൻ വിൽ ബി ഇൻഡിസ്ക്രിമിനേറ്റ്. ആ ഡെത്തും ഡിസ്ട്രക്ഷനും എന്ന് പറയുന്നത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതായത് വേർതിരിവൊന്നും കാണത്തില്ല. അയ്യോ അത് ഹിന്ദു ആണ്, അത് മുസ്ലിമാണ്, എന്താണ് ക്രിസ്ത്യൻ ആണ്, അങ്ങനെ വേർതിരിവൊന്നും കാണത്തില്ല. നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, പാകിസ്ഥാനിലാണ് താമസിക്കുന്നത്, കുഞ്ഞാണ്, വലുതാണ്, വയസ്സായവരാണ്, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണത്തില്ല ഈ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ. ദ ബോംബ് ഈസ് ഇൻ യുവർ ബാക്ക് യാർഡ്. നമുക്കിങ്ങനെ നമ്മൾ പറഞ്ഞ, അതായത് ബോംബ് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ലെന്നാണ്. അതായത് നമ്മുടെ ബാക്ക് യാർഡിലൊന്നും അല്ല ശരിക്കും പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ടെന്നല്ല. ഇപ്പം ഇങ്ങനെയാണല്ലോ ആളുകൾ മലയാളീസ് എന്താണ് ഇവിടെ അല്ലല്ലോ എന്തായാലും സംഭവിച്ചത് എന്നല്ലേ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആശ്വസിക്കാനൊന്നും ടൈം കിട്ടത്തില്ല. അതായത് നമ്മുടെ ബാക്കിലത്തെ പറമ്പിലൊന്നും അല്ലല്ലോ ന്യൂക്ലിയർ വെപ്പൺ ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എന്നുള്ളൊരു മനോഭാവം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് നമ്മുടെ അരുന്ധതി റോയ് പറയുന്നത്. എവിടെ ഇരുന്നാലും അത് ആളുകൾക്ക് ദോഷമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ യുവർ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലോ നമ്മുടെ അടുത്തോ നമ്മുടെ നേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റോ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. അതായത് നമ്മുടെ കയ്യിലൊന്നും അല്ല, അതായത് നമ്മുടെ എന്തായാലും നമുക്കൊന്നും വരത്തില്ല എന്നുള്ള രീതി ഇരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. എന്നിട്ട് പറയുവാണ്, നോബഡി, നോ നേഷൻ, നോ ഗവൺമെന്റ്, നോ മാൻ, നോ ഗോഡ് ഹാസ് എ റൈറ്റ് ടു പുട്ട് ഇറ്റ് ദെയർ. അതായത് ആർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ വെച്ചേക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും ഭീഷണിയാണ്. ശരിക്കും പറഞ്ഞാൽ ആരും ഇതിനുള്ള അധികാരം ഈ ഒരു പൊളിറ്റീഷ്യൻസിന് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ആർക്കും ഇതിനുള്ള ഒരു അധികാരം കൊടുത്തിട്ടില്ല. ഒരു ഗോഡിനോ ഒരു ഗവൺമെന്റിനോ ഒരു നേഷനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അധികാരം നമ്മൾ കൊടുക്കരുതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ളൊരു റൈറ്റ് കൊടുത്തിട്ടില്ല ആർക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും ന്യൂക്ലിയർ വെപ്പൺസും ഒക്കെ. അത് ആര് പറഞ്ഞു, അല്ലെങ്കിൽ ആർക്കും നമ്മൾ ഒരു റൈറ്റ്, നമ്മൾ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആർക്കും ഒരു റൈറ്റ് കൊടുത്തിട്ടില്ല അത് ഇവിടെ എന്താണ് സൂക്ഷിച്ചു വെക്കാൻ. ആൻഡ് വി ആർ റേഡിയോ ആക്റ്റീവ് ഓൾറെഡി. നമ്മൾ റേഡിയോ ആക്റ്റീവ് ആണ്. അതായത് നമ്മൾ റേഡിയേഷന്റെ എഫക്റ്റ് ഒക്കെ ഇപ്പോഴേ അനുഭവിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. മൊബൈൽ ഫോണിന്റെയും ടവറിന്റെ ഒക്കെ കീഴിൽ താമസിക്കുന്ന കുറെ ആളുകളൊക്കെയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ റേഡിയേഷന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് ക്യാൻസറസ് ആയിട്ടുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് വാർ ഹാസന്റ് ഈവൻ ബിഗൺ.
വാറാണെങ്കിൽ തുടങ്ങിയിട്ടില്ല, നമ്മൾ ഇപ്പോഴേ റേഡിയോ ആക്റ്റീവ് ആണ്, അതായത് റേഡിയേഷന്റെ ഒക്കെ എഫക്റ്റ് ഒക്കെ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ സംതിങ്, അതായത് ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ തടയാൻ പറ്റും. നെവർ മൈൻഡ് ഇഫ് ഇറ്റ് ഇസ് ബീൻ സെഡ് ബിഫോർ. നേരത്തെ ആളുകൾ പറഞ്ഞ് തൊണ്ട പറ്റിയിരിക്കുന്ന ആളുകളായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസും ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് പോലെ വന്നിട്ടുണ്ടായിരിക്കാം, ആളുകൾ വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം, പ്രൊട്ടസ്റ്റ് മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. സ്പീക്ക് അപ്പ് ഓൺ യുവർ ഓൺ ബിഹാഫ്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം, അല്ലാതെ ഇവരൊന്നും സംസാരിക്കത്തില്ല. ദേ ടേക്ക് ഇറ്റ് വെരി പേഴ്സണലി. ഈ ഒരു കാര്യം പേഴ്സണലായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കണം എന്നാണ് അരുന്ധതി റോയ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസേഴ്സ് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എൻഡ് ഓഫ് ഇമാജിനേഷൻ്റെ നോട്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻഡ് ഓഫ് ഇമാജിനേഷൻ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മിസ്സിൻ്റെ ഓഡിയോയും കൂടെ വെച്ചിട്ട് വേണം ടെക്സ്റ്റ് വായിക്കാൻ, അല്ലാതെ കേൾക്കരുത്. ചിലപ്പോൾ ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കുറച്ച് അങ്ങോട്ട് കേട്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മിസ്സിൻ്റെ ഓഡിയോയും കൂടെ വെച്ചിട്ട് വേണം വായിക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് ടെക്സ്റ്റിന്റെ ബാക്കിൽ കിടക്കുന്നത്? റൈറ്റ് ദ സിനോണിംസ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. പാഷനേറ്റിന്റെ സിനോണിം എന്താണ്? പാഷനേറ്റിന്റെ സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസ്, INTENSE, ഇന്റൻസ് അല്ലെങ്കിൽ ഡീപ്പ് എന്നുള്ളൊരു മീനിങ് വരും. പാഷനേറ്റ് മീൻസ് ഇന്റൻസ്. പിന്നെ ഫോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഫുഡ് എന്നാണ്, അല്ലെങ്കിൽ സിനോണിം എന്താണ്? ഫുഡ്. ഡിവാസ്റ്റേഷന്റെ സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ. ഇനി അടുത്ത ആന്റോണിംസ് ആണ് എഴുതേണ്ടത്. എലക്വന്റിന്റെ ആന്റോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻആർട്ടിക്കുലേറ്റ്. എക്സോർബിറ്റന്റിന്റെ ആന്റോണിം, അതായത് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റീസണബിൾ. ഒബ്സലീറ്റിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കണ്ടംപററി. ഒബ്സലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഔട്ട് ഓഫ് ഡേറ്റ് എന്നാ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? കണ്ടംപററി, അതായത് പ്രസന്റ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇഗാലിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് മൊണാർക്കിക്, MONARCHIC, അല്ലെങ്കിൽ എലീറ്റിസ്റ്റ് എന്ന് പറയും, ELITIST. ഇനി അടുത്തത് സെന്റൻസസ്. കുറച്ച് 3 വേർഡ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യണം. ആ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മിസ് ഇതിന്റെ വേർഡ്സിന്റെ മീനിങ് മാത്രം പറഞ്ഞുതരാം. നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് എന്താണോ തോന്നുന്നത് ആ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഗള്ളിബിൾ, അപ്പോൾ നിങ്ങൾ മീനിങ് അറിഞ്ഞു വെച്ചേക്കണം, എന്നാലേ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് വേർഡ് എന്താണ്? ഗള്ളിബിൾ. ഗള്ളിബിളിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി ചീറ്റഡ് എന്നാണ്. ഒരാളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന അവരെയാണ് ഗള്ളിബിൾ എന്ന് പറയുന്നത്, ഗള്ളിബിൾ പീപ്പിൾ. പിന്നെ റാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? ഗ്രേറ്റ് ആങ്കർ, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം. അൻഹിലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഡിസ്ട്രോയ് ചെയ്യുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 വേർഡ്സ് കൊണ്ട് ഈ 3 വേർഡ്സ് യൂസ് ചെയ്തിട്ട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യമേ നിങ്ങൾ മീനിങ്സ് അറിഞ്ഞിരിക്കണം. അതാണ് മിസ് മീനിങ്സ് തന്നെ പറഞ്ഞത്. സെന്റൻസസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള 2-3 സെന്റൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസിലും ഈ 3 വേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് ആഡ് ചെയ്തോളാം. ക്വസ്റ്റൻ ആൻസർ സെക്ഷനിലോട്ട് വരാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ഇൻ പാരഗ്രാഫ് നോട്ട് എക്സീഡിംഗ് 50 വേർഡ്സ്. ഹൗ വാസ് ദി ന്യൂക്ലിയർ ഇഷ്യൂ പ്രസന്റഡ് ഏർലിയർ? അതായത് ന്യൂക്ലിയർ ഇഷ്യൂവിനെ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു ഏർലിയറിൽ, അതായത് നേരത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബിഗിനിങ്ങിലൊക്കെ എങ്ങനെയാണ് ന്യൂക്ലിയർ ഇഷ്യൂവിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിങ്ങിനെ പ്രസന്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അതിൽ നിങ്ങൾ പറയേണ്ടത് ഇന്ത്യസ് ഏർലിയർ സ്റ്റേജസിൽ ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൺലി കൺസേൺഡ് വിത്ത് ഡെവലപ്പിംഗ് ദി ന്യൂക്ലിയർ എനർജി ആൻഡ് നോട്ട് ന്യൂക്ലിയർ വെപ്പൺസ്. പിന്നെ നെഹ്റു എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മൾ നെഹ്റുവിന്റെ അടുത്ത് ഇതുപോലെ ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യം പറഞ്ഞപ്പോൾ നെഹ്റു എന്താണ് പറഞ്ഞത്? ഇറ്റ് ഇസ് ഓൺലി ഫോർ പീസ്ഫുൾ പർപ്പസസിന് വേണ്ടി മാത്രമാണ് ആൻഡ് നോട്ട് ഫോർ സ്റ്റാർട്ടിംഗ് എനി വാർ. ആദ്യത്തെ റിയാക്ഷൻ ഇതായിരുന്നു. കുറച്ചങ്ങോട്ട് 1954 അതെല്ലാം കഴിഞ്ഞ് 1998 ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്ര എഴുതാൻ, എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 72 എടുത്തിട്ട് സെക്കൻഡ് പാരഗ്രാഫിനകത്ത്, അതായത് here we are all of us in India and Pakistan discussing the finer points of politics and foreign policy. അപ്പോൾ എന്താണ് ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ആ ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ്, സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഉണ്ട്. എന്താണ് നമ്മുടെ ഗവൺമെന്റ് എന്താണ് നമ്മളെ പറഞ്ഞു വെച്ചേക്കുന്നത്? നമ്മളെ അതായത് ഈ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പിന്നെ ന്യൂക്ലിയർ വെപ്പൺ എന്നും. പിന്നെന്താണ് ആദ്യമേ എന്താ പറഞ്ഞത്? പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രമാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞിട്ട് വേണം ഇതിലോട്ട് കടക്കാൻ. അപ്പോൾ എന്താണ് പിന്നെ ഇതാണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ എനിമീസിൽ നിന്നും, പിന്നെ നമ്മുടെ എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളത് വണ്ടർഫുള്ളി അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ട് നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്തു ഈ ഒരു കള്ളത്തിനെ. എന്നിട്ട് എന്താണ് അവിടം വരെ എഴുതണം. ഓക്കെ, അപ്പൊ ആദ്യമേ പറയണം പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയെന്നാണ് ആദ്യം പറഞ്ഞത്, നോട്ട് ഫോർ വാർ. പിന്നീട് എന്താണ് പറഞ്ഞത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാനുമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ നമ്മളത് അപ്പാടെ അങ്ങ് എന്താണ് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെന്ത് ഇന്നസെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇത്ര എഴുതിയാൽ മതി. പേജ് നമ്പർ 72 സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ്സിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് വൺസ് അഗെയിൻ വി ആർ പിറ്റിഫുള്ളി, അതിന്റെ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2-3 സെന്റൻസും പിന്നെ അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫ് ഹൗ ഡെസ്പറേറ്റ്ലി വി വോണ്ട് ടു ബിലീവ് ദാറ്റ്, അതിന്റെ ആ ഒരു 2 സെന്റൻസും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓഫ് ന്യൂക്ലിയർ വാർ ഓൺ എൻവയോൺമെന്റ്? അത് പേജ് നമ്പർ 72 തന്നെ ലാസ്റ്റ് പാരഗ്രാഫ്, പിന്നെ അത് അപ്പുറത്തെ പേജിലും കണ്ടിന്യൂഡ് ആവുന്നുണ്ട്. പേജ് 73 ഫസ്റ്റ് 2 പാരഗ്രാഫുകൾ. ഓക്കെ, ഇപ്പൊ പേജ് 72 ലാസ്റ്റ് പാരഗ്രാഫും അവർ സിറ്റീസ് ആൻഡ് ഫോറസ്റ്റ് എന്ന് തുടങ്ങുന്നത് ആ പാരഗ്രാഫ് അപ്പുറത്തെ പേജിൽ എൻഡ് ചെയ്യുന്നുണ്ട്. പേജ് 73 ആ എൻഡ് ചെയ്യുന്നതും പിന്നെ അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫ് വാട്ട് ഷാൽ വി ഡു ദെൻ ദോസ് ഓഫ് us who are still alive അവിടെയും കൂടെ വേണം. ഓക്കെ,
ഇനി അടുത്ത എന്താണ്, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദ ന്യൂക്ലിയർ വാർ സർവൈവേഴ്സ്. ന്യൂക്ലിയർ വാർ സർവൈവ് ചെയ്ത്, അതായത് അതിനെ അതിജീവിച്ച് കഴിഞ്ഞവരുടെ കണ്ടീഷൻ എന്തായിരിക്കും? പേജ് നമ്പർ 73 സെക്കൻഡ് പാരഗ്രാഫിൽ. ബേൺഡ് ആൻഡ് ബ്ലൈൻഡ് ആൻഡ് ബോൾഡ് ആൻഡ് ഇൽ, ക്യാരിങ് ദ ക്യാൻസറസ് കാർക്കാസസ് ഓഫ് അവർ ചിൽഡ്രൻ ഇൻ അവർ ആംസ്. വേർ ഷാൽ വി ഗോ, വാട്ട് ഷാൽ വി ഈറ്റ്, വാട്ട് ഷാൽ വി ഡ്രിങ്ക് ആൻഡ് വാട്ട് ഷാൽ വി ബ്രീത്ത്. അത്ര എഴുതണം. ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് മതി. ഇനി അടുത്തത് ഒരു വാട്ട് ആർ ദ പ്രിക്കോഷൻസ് സജസ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് എ ന്യൂക്ലിയർ വാർ. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കാൻ പറഞ്ഞത്? പേജ് നമ്പർ 73 തന്നെ തേർഡ് ആൻഡ് ഫോർത്ത് പാരഗ്രാഫ്സ്. ദ ഹെഡ് ഓഫ് ദ ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ഗ്രൂപ്പ് ഓഫ് ദ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഇൻ ബോംബെ ഹാസ് എ പ്ലാൻ. എന്തായിരുന്നു മറ്റേ അയഡിൻ പിൽസ് എടുക്കണമെന്നൊക്കെ. ആ പാരഗ്രാഫും തൊട്ടടുത്ത പാരഗ്രാഫും ടേക്ക് അയഡിൻ പിൽസ് ഹി സജസ്റ്റ്. ആൻഡ് അനദർ സ്റ്റെപ്പ് എന്താണ്? ഇൻഡോർസ് തന്നെ ഇരിക്കണം, സ്റ്റോർഡ് വാട്ടറെ കുടിക്കാവൂ. ആ 2 പാരഗ്രാഫ്സ്. ഓക്കെ. ഇനി അടുത്തത് കമന്റ് ഓൺ ദി ഓതേഴ്സ് വ്യൂസ് ഓഫ് ദ തിയറി ഓഫ് ഡിറ്ററൻസ്. അപ്പൊ എന്താണ് തിയറി ഓഫ് ഡിറ്ററൻസിനെ കുറിച്ച് പറയുമ്പോൾ പേജ് നമ്പർ 73 ലാസ്റ്റ് പാരഗ്രാഫിൽ തേർഡ് സെന്റൻസ്, ഫോർത്ത് സെന്റൻസ് ഉണ്ട്. ഡിറ്ററൻസ് ഈസ് എ ബസ് വേർഡ് ഓഫ് ദ പീപ്പിൾ ഹു ലൈക്ക് ടു തിങ്ക് ഓഫ് ദംസെൽസ് as ഹോക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ പാരഗ്രാഫിൽ തന്നെ ഡിറ്ററൻസ് ഈസ് എൻ ഓൾഡ് തീസസ് ദാറ്റ് ഹാസ് ബീൻ റീസറക്റ്റഡ് ആൻഡ് ഈസ് ബീങ് റീസൈക്കിൾഡ് വിത്ത് ആഡഡ് ലോക്കൽ ഫ്ലേവർ. പിന്നെന്തെഴുതും? തിയറി ഓഫ് ഡിറ്ററൻസ് ആണ് കോൾഡ് വാറിനെ പ്രിവെന്റ് ചെയ്തത്, അത് എഴുതണം. പിന്നെ അടുത്ത പേജ് നമ്പർ 74 നോക്കിയിട്ട് പേജ് നമ്പർ 74 ആ തുടങ്ങുന്ന പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്, ദ തിയറി ഓഫ് ഡിറ്ററൻസ് ഹാസ് സം ഫണ്ടമെന്റൽ ഫ്ലോസ്. പിന്നെ ആ ഫ്ലോ നമ്പർ 1 എന്താണ്, ഫ്ലോ നമ്പർ 2 എന്താണെന്നൊക്കെ അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫിലും പിന്നെ അതിന്റെ അടുത്ത പാരഗ്രാഫിലും ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു കുറച്ച് ഫ്ലോസും കൂടെ പറഞ്ഞിട്ട് വേണം എൻഡ് ചെയ്യാൻ. ഓക്കെ. അതായത് നമ്മുടെ ഓതറിന് തിയറി ഓഫ് ഡിറ്ററൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യമേ തിയറി ഓഫ് ഡിറ്ററൻസ് എന്താണെന്ന് പേജ് നമ്പർ 73 ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഡിറ്ററൻസ് ഇസ് എ ബസ് വേർഡ് ഓഫ് ദ പീപ്പിൾ ഹു ലൈക്ക് ടു തിങ്ക് അബൌട്ട് ദംസെൽസ് as ഹോക്സ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ ഡിറ്ററൻസ് ഇസ് എൻ ഓൾഡ് തീസസ് ദാറ്റ് ഹാസ് ബീൻ റീസറക്റ്റഡ്. പിന്നെ തിയറി ഓഫ് ഡിറ്ററൻസ് ആണ് കോൾഡ് വാറിനെ പ്രിവെന്റ് ചെയ്തത്. അത് കഴിഞ്ഞ് പേജ് നമ്പർ 74 പോയിട്ട് ഫസ്റ്റ് ആ ഒരു തുടങ്ങുന്ന പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്, തിയറി ഓഫ് ഡിറ്ററൻസ് ഹാസ് സം ഫണ്ടമെന്റൽ ഫ്ലോസ് ഉണ്ടെന്ന് പറയണം. പിന്നെ ഫ്ലോ നമ്പർ 1 എന്താണെന്ന് തൊട്ടടുത്ത പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ ഫ്ലോ നമ്പർ 1 ഈസ് ദാറ്റ് ഇറ്റ് പ്രിസീംസ് എ കംപ്ലീറ്റ് സോഫിസ്റ്റിക്കേറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി സൈക്കോളജി ഓഫ് യുവർ എനിമി. പിന്നെ ഇറ്റ് അസ്യൂംസ് ദാറ്റ് വാട്ട് ഡിറ്റേഴ്സ് യു വിൽ ഡിറ്റർ ദം. അത് പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് ഒരു ഫോർത്ത് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഫ്ലോ നമ്പർ 2 എന്താണെന്ന്. ഫ്ലോ നമ്പർ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്ററൻസ് ഈസ് പ്രിമൈസ്ഡ് ഓൺ ഫിയർ ബട്ട് ഫിയർ ഈസ് പ്രിമൈസ്ഡ് ഓൺ നോളജ്. അത് വേണം. പിന്നെ ഡിറ്ററൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ പാരഗ്രാഫിൽ തന്നെ, അതായത് ഫോർത്ത് പാരഗ്രാഫിന്റെ തന്നെ ഇച്ചിരി ലാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഡിറ്ററൻസ് വിൽ നോട്ട് ആൻഡ് കനോട്ട് വർക്ക് ഗെയിൻസ്റ്റ് ദി പെർക്ക് ഗിവൺ ദ ലെവൽസ് ഓഫ് ഇഗ്നോറൻസ് ആൻഡ് ഇലിറ്ററസി. എന്ന് വെച്ചാൽ ഡിറ്ററൻസ് ഇഗ്നോറൻസ് ഇലിറ്ററസി ഉള്ള സ്ഥലങ്ങളിലൊന്നും വർക്ക് ചെയ്യില്ല. തിയറി. പിന്നെ അതിന്റെ എന്താണ് ഫോർത്ത് സെന്റൻസിന്റെ ലാസ്റ്റ് സെന്റൻസ്, ഫോർത്ത് പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്, ദ തിയറി ഓഫ് ഡിറ്ററൻസ് ഇസ് നത്തിങ് ബട്ട് എ പെരിലസ് ജോക്ക്. അവിടെ വരെ എഴുതണം. ഓക്കെ. ആ ജോക്ക് വരെ ആ മിസ് പറഞ്ഞ ഇത്രയും പോയിന്റ്സ് മാത്രം മതി അതിനകത്ത്. അപ്പൊ ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ മിസ് മലയാളത്തിൽ നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഓഡിയോക്കകത്ത്. അത് കേട്ടിട്ട് വേണം ഈ ഒരു ആൻസേഴ്സ് എഴുതാൻ, ആ ഒരു പോർഷൻ. ഓക്കെ. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 300 വേർഡ്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് വേണം? ആദ്യം അരുന്ധതി റോയെ കുറിച്ച് കുറച്ച് എഴുതുക. ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് പേജ് നമ്പർ 76 അതിനെക്കുറിച്ച് അരുന്ധതി റോയെ കുറിച്ച് 2-3 സെന്റൻസ് മതി. എന്ന് വെച്ചാൽ അവർ ഈ എൻവയോൺമെന്റൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസും നർമ്മദ ഡാം പ്രോജക്റ്റും ഇന്ത്യസ് ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാംസിനൊക്കെ എതിരെയായിരുന്നു എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 76 തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ സെക്കൻഡ് പാരഗ്രാഫ് ഈ ഒരു എസ്സയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് പോയിന്റ്സ് നിങ്ങൾ എല്ലാം കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരെന്താണ് നിങ്ങൾ എന്ത് പറയണം? ആദ്യമേ ന്യൂക്ലിയർ വെപ്പണിന്റെ ആ ആൻസേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഹൗ വാസ് എ ന്യൂക്ലിയർ ഇഷ്യൂ പ്രസന്റഡ് ഏർലിയർ, വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓഫ് ന്യൂക്ലിയർ വാർ ഓൺ എൻവയോൺമെന്റ്, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ദ ന്യൂക്ലിയർ വാർ സർവൈവേഴ്സ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് സജസ്റ്റഡ്, കമന്റ് ഓൺ ദി ഓതേഴ്സ് തിയറി ഓഫ് ഡിറ്ററൻസ്. അവിടം വരെ, അതായത് ഇത്രയും ആൻസേഴ്സിന്റെ പിന്നെ ആൻസേഴ്സ്, ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് വേണം എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റിന്റെ ആൻസേഴ്സ് വേണം എസ്സേ ആയിട്ട് അങ്ങ് എഴുതാൻ. അതായത് വീണ്ടും അതിന് വേണ്ടി പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഈ ഒരു എൻഡ് ഓഫ് ഇമാജിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? 50 വേർഡ്സിന്റെ 100 വേർഡ്സിന്റെ അത്രയും ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആദ്യമേ റൈറ്ററിനെ കുറിച്ച്. ഇനി ഒരു എസ്സേ എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വീണ്ടും കിടപ്പുണ്ട് പേജ് നമ്പർ 76 അതെന്താണെന്ന് കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുകളിൽ പഠിച്ച ആൻസേഴ്സിന്റെ ആൻസേഴ്സ് എല്ലാം താഴോട്ട് എഴുതി പോയാൽ മതി. എന്നിട്ട് അവസാനം നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവസാനം എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? പേജ് നമ്പർ 76 എടുക്കുക. എന്നിട്ട് അവർ എങ്ങനെയാണ് എൻഡ് ചെയ്തത്? നമ്മൾ ആ ലാസ്റ്റ് 2 ലൈൻസ് പേജ് നമ്പർ 76 ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2 ലൈൻസ്, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ സംതിങ്, നെവർ മൈൻഡ് ഇഫ് ഇറ്റ് ഈസ് ബീങ് സെഡ് ബിഫോർ, സ്പീക്ക് അപ്പ് ഓൺ യുവർ ബിഹാഫ്, ടേക്ക് ഇറ്റ് വെരി പേഴ്സണലി. അത്രയും കൂടെ പറഞ്ഞിട്ട് എൻഡ് ചെയ്താൽ മതി. ഓക്കെ. എന്ത് എസ്സേ ക്വസ്റ്റൻ ഈ ഒരു എൻഡ് ഓഫ് ഇമാജിനേഷനെ കുറിച്ച് ജനറൽ ആയിട്ട് എന്ത് ക്വസ്റ്റൻ വന്നാലും ഇത്രയും അങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ ആ മേളിൽ പഠിച്ച കുറെ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ ആ ക്വസ്റ്റൻസിന്റെ എല്ലാ ആൻസർ അങ്ങ് എഴുതി വെച്ചാൽ മതി. ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി വെക്കണം. പിന്നെ എൻഡ് ഓഫ് ഇമാജിനേഷൻ ഈസ് അരുന്ധതി റോയ്സ് റെസ്പോൺസ് ടു ദ സ്റ്റേറ്റ്മെന്റ് സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ ഡിസ്കസ്. അതായത് അത് സൈലൻസ് വുഡ് ബി ഇൻഡിഫെൻസിബിൾ എന്നുള്ള ആ ഒരു സെന്റൻസ് പേജ് നമ്പർ 71 ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്ന പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ കിടപ്പുണ്ട്. Silence would be indefensible. I am prepared to grovel to humiliate myself abjectly because in these circumstances silence would be indefensible. അതായത് അവർ പറഞ്ഞ എങ്ങനെയാണ്? ഒരുപാട് പേര് എന്നെക്കാട്ടിലും മുന്നേ ഈ ഒരു ഇഷ്യൂനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും പ്രതികരിക്കാതെ വിടാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ വിടാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ ഡീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ സെൻസിക്കൽ ആയിപ്പോ അല്ലെങ്കിൽ അൺറീസണബിൾ ആയിപ്പോ. അതായത് നമുക്ക് നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കരുത്.
നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിന് എന്തായാലും റെസ്പോണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഇല്ല 50 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തുടങ്ങുമല്ലോ. ഹൗ വാസ് എ ന്യൂക്ലിയർ ഇഷ്യൂ പ്രസന്റഡ് ഏർലിയർ, വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓഫ് ന്യൂക്ലിയർ വാർ, അതിന്റെ എല്ലാ ആൻസേഴ്സ് ഇതിനകത്ത് എഴുതി വെക്കുക. എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിസ് പറഞ്ഞ പോലെ ആദ്യമേ റൈറ്ററിനെ കുറിച്ച് എഴുതുക, എസ് എ കുറിച്ച് 2-3 സെന്റൻസസ് കുറെ പോയിന്റ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മേളിൽ പഠിച്ച ആ ഒരു 50 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും പിന്നെ ആ 100 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാ ആൻസർ അതേ ഓർഡറിൽ അങ്ങ് എഴുതി പോകണം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ഓർഡറിൽ അതേപോലെ ആൻസർ എഴുതി വെക്കണം. അത്രയും മതി. പിന്നെ അവസാനം മിസ് പറഞ്ഞതുപോലെ ആ പേജ് നമ്പർ 76 ലാസ്റ്റ് 2 സെന്റൻസസ് ഉണ്ട്, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ സംതിങ്, അങ്ങനെ വെച്ചിട്ട് വേണം എൻഡ് ചെയ്യാൻ. അപ്പോൾ അരുന്ധതി റോയ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു എസ് എൻഡ് ചെയ്തേക്കുന്നതെന്ന് കൂടി പറഞ്ഞിരുന്നാൽ മതി. അപ്പോൾ മിസ് പറഞ്ഞത് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓദറിനെ കുറിച്ച് വേണം, എസ് എയെ കുറിച്ച് 2-3-4 പോയിന്റ്സ് എഴുതിക്കോണം. ഇൻട്രൊഡക്ഷൻ പാർട്ട് കിടപ്പുണ്ട് പേജ് നമ്പർ 76. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മിസ് ഇപ്പൊ പറഞ്ഞു തന്നല്ലോ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിന്റെ പാരഗ്രാഫ് നോട്ട് എക്സീഡിംഗ് 50 വേർഡ്സും 100 വേർഡ്സിനെയൊക്കെ ഒരു 5 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസേഴ്സ് ഓർഡർ പോലെ എഴുതി വെക്കണം. അപ്പൊ ആ ഒരു എസ് എ നിങ്ങളൊരു കുഞ്ഞ് എസ് എ എഴുതിയതുപോലെ ആവും. അപ്പൊ അത്രയും കൂടെ എഴുതുമ്പോഴത്തേക്ക് 2-3 പേജ് ആവും. അത്രയും മതിയല്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ.